السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണവും പരലോകവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ എന്നോടെന്നതുപോലെ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് റബ്ബിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ വിശ്വാസം ഉൾക്കൊള്ളുന്ന മഹത്തായ 6 ഈമാനിന്റെ അടിത്തറകൾ, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ, അത് നിലനിൽക്കുന്നത് 6 കാര്യങ്ങൾക്ക് മുകളിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അല്ലാഹുവിലുള്ള ഈമാൻ, അല്ലാഹുവിന്റെ മലക്കുകളിലുള്ള ഈമാൻ, കിതാബുകളിലുള്ള ഈമാൻ, റസൂലുമാരിലുള്ള ഈമാൻ, അന്ത്യനാളിലുള്ള ഈമാൻ, അള്ളാഹുവിന്റെ ഖളാ ഖദറിലുള്ള ഈമാൻ. ഈ 6 കാര്യങ്ങളും വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അൽഹംദുലില്ലാഹ്. അതിലൊന്നാണ് സഹോദരങ്ങളെ അന്ത്യനാളിലുള്ള വിശ്വാസം എന്നത്. ഈ അന്ത്യനാളിലുള്ള വിശ്വാസം, അത് വിശ്വസിക്കുക എന്നത് അല്ലാഹു സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളിൽ എണ്ണി പറഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون ഹുദൻ ലിൽ മുത്തഖീൻ. അല്ലാഹു തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഹുദയാണ്, സന്മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾ, യഥാർത്ഥ വിശ്വാസികൾ, മുത്തഖീങ്ങൾ, അവരെങ്ങനെയുള്ളവരാണ്? അവരുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അഥവാ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് കണ്ടത് മാത്രമല്ല, മറിച്ച് കാണാത്തതിലും ഖുർആനിലും സുന്നത്തിലും അഥവാ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞിട്ടുള്ള, അറിയിച്ചു തന്നിട്ടുള്ള ഏതൊരു കാര്യം, അത് കണ്ടതാവട്ടെ കാണാത്തതാവട്ടെ, തൊട്ടറിഞ്ഞതാവട്ടെ തൊട്ടറിയാൻ സാധിക്കാത്തതാകട്ടെ, അങ്ങനെ അദൃശ്യങ്ങൾ, അതിൽ വിശ്വാസമുള്ളവരാണവർ. അതുപോലെ തന്നെ നിസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തുന്നവരാണവർ. അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരാണവർ, ദാനം ചെയ്യുന്നവരാണവർ. വീണ്ടും അള്ളാഹു പറയുന്നു, അവരുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അവർ നബിയെ താങ്കൾക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ വിശ്വാസമുള്ളവരാണ്. മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട കിതാബുകളിലും വിശ്വാസമുള്ളവരാണവർ. എന്നിട്ട് അള്ളാഹു ആ ആയത്ത്, ആ ഭാഗം പൂർത്തീകരിച്ചത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ് പറഞ്ഞത്.
അഥവാ ആ മുത്തഖീകൾ, ആ സത്യവിശ്വാസികൾ, തഖ്വ പാലിച്ച് ജീവിക്കുന്നവർ, അവർ പരലോകത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ളവരാണ്. പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തരത്തെക്കുറിച്ച്, യൗമുൽ ആഖിറിനെ കുറിച്ച് അവർക്കുള്ള വിശ്വാസം എന്നത് ദൃഢവിശ്വാസമാണ്. സഹോദരങ്ങളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ കാര്യമാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ ആളുകൾ പൊതുവെ രണ്ട് രൂപത്തിലാണ്: നിഷേധികളും വിശ്വാസമുള്ളവരും. അതിൽ വിശ്വാസമുള്ളവർ തന്നെ രണ്ട് രൂപത്തിലായിരിക്കും. ഒന്ന്, നേരത്തെ പറഞ്ഞ 6 കാര്യങ്ങളിൽ വിശ്വാസമുള്ള വിശ്വാസി, നിഷേധിക്കാത്ത, അംഗീകരിക്കുന്ന ആൾ. രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം, രണ്ടാമത്തെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം, അവർ ഈ പറഞ്ഞതുപോലെ അടിയുറച്ച് വിശ്വസിക്കുന്ന, അവരുടെ ജീവിതത്തിലുടനീളം ആ വിശ്വാസം പ്രതിഫലിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും. എന്ന് പറഞ്ഞാൽ ഊണിലും ഉറക്കത്തിലും തിരിച്ചു പോകേണ്ടതാണല്ലോ, ഒരു പരലോകം വരാനുണ്ടല്ലോ, മരണാനന്തരം ജീവിതമുണ്ടല്ലോ എന്നത് ഓർത്ത് അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുഖ്റുഫിൽ അവതരിപ്പിച്ച ഒരു ആയത്താണ് ദുനിയാവിലുള്ള ഏതൊരു യാത്രയുടെ സന്ദർഭത്തിലും വാഹനപ്പുറത്ത് കയറിയാൽ നമ്മൾ പാരായണം ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഏതാണ് ആയത്ത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനപ്പുറത്ത് കയറിയിരുന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയാൻ പഠിപ്പിച്ച ആയത്തുകളാണവ. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഈ വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്നതിന്റെ പേരിൽ എന്നെ കൊണ്ട് ഇതിന് സാധിക്കുകയില്ല. അല്ലാഹുവാണ് എനിക്കിത് കീഴ്പ്പെടുത്തി തന്നത്. അല്ലാഹുവാണ് എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഇതിനെ നൽകിയിട്ടുള്ളത്. ആ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ തൊട്ടുടനെ നമ്മൾ പറയുന്ന വാക്കെന്താണ്? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ദുനിയാവിലെ ഏതൊരു യാത്രയിലും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന ഓരോരുത്തരും, നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും. നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ ദുനിയാവിലെ ജീവിതം എന്നത് യാത്രയാണ്. ഒരു ദിവസം ദുനിയാവിലേക്ക് നമ്മൾ ജനിച്ചു വീണു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ആ യാത്ര എപ്പോൾ അവസാനിക്കുന്നോ അവിടെ മുതലാണ് യഥാർത്ഥ നമ്മുടെ ജീവിതം ആരംഭിക്കുക. ആ യാത്രക്കിടയിലുള്ള സമയം, അതാണ് നമ്മുടെ ആയുസ്. മനുഷ്യൻ എന്നാൽ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വയസ്സ് കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? വർഷങ്ങൾ. ആ വർഷങ്ങൾ എന്നാൽ ദിവസങ്ങളാണ്. ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് മനുഷ്യൻ. അതിനു മുന്നേ ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മളില്ല. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവുകയില്ല. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരാളും ഇപ്പോൾ നമ്മുടെ അടുത്തില്ല. ഒരു 100 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരാളും ഉണ്ടാവാനും സാധ്യതയുമില്ല. ഇതിനിടയിലുള്ള കുറച്ച് ദിവസങ്ങളാണ് മനുഷ്യൻ, നമ്മൾ. ആ ദിവസങ്ങൾ എന്നത് സഹോദരങ്ങളെ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യാത്രക്കിടയിൽ നമ്മൾ ദുനിയാവിലെ വാഹനപ്പുറത്ത് കയറുമ്പോൾ പറയുന്ന വാക്കിതാണ്. ഇതിന്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. ഓരോ ചെറിയ യാത്രയിലും വലിയ യാത്രയിലും പറയും, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്. കാരണം യാത്ര, അള്ളാഹുവിലേക്കുള്ള യാത്ര അത് അവസാനിക്കും. അത് അവസാനിക്കുന്ന ഒരു ദിവസം വന്നെത്തും, അതിലൊരു സംശയവുമില്ല. അത് ദുനിയാവിലെ യാത്രയുടെ
പിന്നീട് തിരിച്ചു മടങ്ങിയിട്ടില്ല. പഴയകാലത്ത് ഒട്ടകപ്പുറത്ത് കയറി അതിൽ നിന്ന് താഴേക്ക് പതിച്ച് മരണപ്പെട്ടു പോവാറുണ്ട്. അതുകൊണ്ട് വാഹനപ്പുറത്ത് കയറുമ്പോൾ അള്ളാഹുവിലേക്കുള്ള യാത്രയും അള്ളാഹുവിലേക്കുള്ള മടക്കവുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ട ഒരു ദിവസം നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നു. അന്ത്യനാൾ എന്നത് അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് നമ്മുടെ മരണം. യൗമുൽ ഖിയാമ, അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു. അന്ത്യനാൾ എന്നത് രണ്ട് രൂപത്തിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുക. ഒന്നാമത്തത്, ഓരോരുത്തരുടെയും മരണത്തോടുകൂടി അവന്റെ ഖിയാമത്ത് ആരംഭിക്കും. നമ്മൾ ഓരോരുത്തരും മരിക്കുന്നതിലൂടെ നമ്മുടെ ഖിയാമത്ത് ആരംഭിച്ചു. നമ്മുടെ അവസാനത്തെ ദിവസം, നമ്മുടെ യൗമുൽ ആഖിർ അന്നാണ്. എപ്പോഴാണോ നമ്മൾ മരിക്കുന്നത് അന്നാണ് നമ്മുടെ യൗമുൽ ആഖിർ. അതോടുകൂടി പിന്നീട് നമുക്ക് കാണാനുള്ളതെല്ലാം നമ്മൾ കാണാൻ ആരംഭിക്കും. അതുവരെ മനുഷ്യന്മാരെ കണ്ടുകൊണ്ടിരുന്ന, അവരോട് സംസാരിച്ചിരുന്ന നമ്മൾ പിന്നീട് സംസാരിക്കുക അള്ളാഹുവിന്റെ മലക്കുകളോടാണ്. അവരാണ് പിന്നീട് നമ്മോട് സംസാരിക്കുക. അവരുടെ അഭിവാദ്യങ്ങളാണ് പിന്നീട് നമ്മൾ കേൾക്കുക. പിന്നീട് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് വേറിട്ട് പോവുകയാണ്. മരണത്തോടുകൂടി ഓരോരുത്തരുടെയും ഖിയാമത്ത് ആരംഭിക്കും. അതാണ് ഒരു രൂപം. ഇത് വ്യക്തിപരമായി ഓരോരുത്തർക്കും സംഭവിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും അവസാനിക്കുന്ന ദിവസം, ഈ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ അന്ത്യനാൾ. അന്നെല്ലാം നശിക്കും. അന്ന് ഒരാളും ബാക്കിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹ് ഒഴികെ, അവനൊഴികെ, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ ബാക്കിയെല്ലാം നശിക്കുന്ന ആ ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അന്ത്യനാളിന് ധാരാളം പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യത്തിന് ധാരാളം പേരുകൾ ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും അറിയിക്കുന്നു. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹു അറിയിച്ചു തന്ന 99 നാമങ്ങളുണ്ട്, അതല്ലാത്ത നാമങ്ങളുമുണ്ട്. അത് അള്ളാഹുവിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. അതുപോലെ നിങ്ങൾ നോക്കൂ, നരകത്തിന് ധാരാളം പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നോക്കൂ, അന്ത്യനാളിന് ഒരുപാട് പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അൽ യൗമുൽ ആഖിർ എന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ്. അതുപോലെ തന്നെ അദ്ദാറുൽ ആഖിറ എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. പരലോക ഭവനം, പരലോകത്തെ കുറിച്ചാണ് ആ പരാമർശം. അസ്സാഅ, അന്ത്യനാളിന് പറയപ്പെട്ട ഒരു പേരാണ്. ഖുർആനിലും ഹദീസിലും ധാരാളം വന്നിട്ടുണ്ട്. അതുപോലെ അൽ ഗാശിയ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അന്ത്യനാളിനെ കുറിച്ചാണ്. അത്തഗാബുൻ എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഒരു സൂറത്ത് തന്നെയുണ്ട്. അതുപോലെ അസ്സാഖ, അന്ത്യനാളിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ അൽ ഖാരിഅ, ഖുർആനിൽ അന്ത്യനാളിനെ കുറിച്ചാണ് ആ പറഞ്ഞത്. ഇങ്ങനെ ധാരാളം പേരുകൾ അന്ത്യനാളിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായി ഖിയാമത്ത്, നമ്മുടെ അന്ത്യനാൾ ഓരോരുത്തരുടെയും, അതല്ലെങ്കിൽ മൊത്തത്തിൽ ഈ പ്രപഞ്ചം അവസാനിക്കുക എല്ലാവരും മരിച്ചു വീഴുന്നതിലൂടെയാണ്. അതുകൊണ്ട് ആദ്യത്തെ ചുവടുവെപ്പ് എന്നുള്ളത് മരണമാണ്. എന്താണ് സഹോദരങ്ങളെ മരണമെന്നാൽ? ദിനേനെ ധാരാളം നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നയാൾ മരിച്ചു, അയാൾ മരിച്ചു, മറ്റയാൾ മരിച്ചു, പരിചയമുള്ള ആൾ മരിച്ചു, കുടുംബത്തിലെ ആളുകൾ മരിച്ചു, അടുത്ത ആൾ മരിച്ചു. ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ആ കാര്യം? എന്താണ് ആ മരണമെന്ന ആ കാര്യം? അത് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും നമുക്കൊരു പേടി, ഒരു ഉൾഭയം നമുക്ക് തോന്നാറുണ്ട് മരണമെന്ന് കേൾക്കുമ്പോൾ.
അതുകൊണ്ടാണ് മരണം എന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും നല്ല ഒരു ഉപദേശകനാണ്. നമ്മെ ആരൊക്കെ വന്ന് ഉപദേശിച്ചാലും ചിലപ്പോൾ ചെവി കൊള്ളാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും മരണം എന്നത് നമ്മെ ഉപദേശിക്കും. അതിനെക്കുറിച്ച് കേട്ടാൽ അല്ലെങ്കിൽ അത് കണ്ടാൽ, അതടുത്തറിഞ്ഞാൽ ഏത് വരണ്ടുപോയ ഹൃദയവും ഒന്ന് തുടിക്കും, ഏത് കടുത്തുറച്ചുപോയ ഹൃദയവും ഒന്ന് ചലിക്കും. അതാണ് മരണം എന്ന ഗൗരവപ്പെട്ട കാര്യം. നിങ്ങൾ നോക്കൂ, വിശ്വാസികളും അല്ലാത്തവരും മതനിഷേധികൾ വരെ അംഗീകരിക്കുന്ന കാര്യമാണ് മരിക്കും. മരണത്തിൽ രണ്ടഭിപ്രായമില്ല. സാധാരണ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുണ്ട് എന്ന്. ഏത് വിഷയം എടുത്താലും രണ്ടഭിപ്രായം പറയും. രണ്ടു വിഭാഗം ഉണ്ടാവും എപ്പോഴും. പക്ഷേ മരണം എന്ന വിഷയത്തിൽ ഒരാൾക്കും രണ്ടഭിപ്രായമില്ല, എതിരഭിപ്രായമില്ല. മരിക്കുമെന്നത് എല്ലാവരും ഇത്തിഫാഖിലായ കാര്യമാണ്. എല്ലാവർക്കും ഏകാഭിപ്രായമുണ്ട് ആ വിഷയത്തിൽ, മരിക്കും. എന്നാൽ സാധാരണ ഒരു അവിശ്വാസി, ഒരു കാഫിർ, അവൻ ഒരു മരണത്തെ നോക്കിക്കാണുന്നത് പോലെ അല്ല സത്യവിശ്വാസി നോക്കിക്കാണേണ്ടത്. മരണം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ദിവസങ്ങൾ, അത് പൂർത്തീകരിച്ച് റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ട ദിവസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് വലിയ വിലയുണ്ട്, ആയുസ്സിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. കാരണം ആ ആയുസ്, അതിലെ വലിയ ഒരു കാലം വെറുതെ കളഞ്ഞു കുളിച്ചാലും അവസാനം മരണം മുന്നിൽ കാണുമ്പോഴാണ് അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുക, ഒരല്പസമയം നീട്ടിത്തരുമോ? ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ടാവും, വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ടാവും അള്ളാഹുവിന്റെ ദുനിയാവിൽ, അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട്. എന്നാൽ മരിക്കുന്ന സമയത്താണ് ഇനി കുറച്ച് സമയം കൂടി അള്ളാഹുവെ നീട്ടിത്തരണേ എന്ന് യാചിക്കുക. സമയത്തിന് വിലയുണ്ട്. ആ സമയത്തിന്റെ മൂല്യവും അതിന്റെ വിലയും ഒരാൾക്ക് ബോധ്യപ്പെടുക മരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയ ഒരു കാര്യമല്ല, നിസാരമായ ഒരു കാര്യമല്ല മരണം എന്നുള്ളത്. മരണം എല്ലാവരെയും പിടികൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഖുൽ നബിയെ പറയുക, ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടി അകലാൻ ശ്രമിക്കുന്നത്, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണം അതിന്റെ യാഥാർത്ഥ്യവുമായി വന്നെത്തിക്കഴിഞ്ഞാൽ, ഏതൊരു മരണത്തിൽ നിന്നാണോ നീ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്, ആ കാര്യമാണ്. അതിൽ നിന്നൊരിക്കലും നിനക്ക് ഓടി അകലാൻ സാധിക്കുകയില്ല. എല്ലാവരും പേടിക്കുന്ന ഒരു വിഷയമാണ് മരണം. മരിക്കാന്ന് പറഞ്ഞാൽ പേടിയാവും. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, നമ്മൾ സമ്മതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നമ്മൾ മരിക്കും. എല്ലാവരും മരിക്കും. ആരോഗ്യമോ രോഗമോ സമ്പത്തോ ദാരിദ്ര്യമോ ചെറുപ്പമോ വലിപ്പമോ സ്ഥാനമോ ഒന്നും അതിന് മാനദണ്ഡമല്ല. ആരായാലും ശരി, അള്ളാഹുവിന്റെ തീരുമാനം വന്നെത്തിയാൽ, സമയം വന്നെത്തിയാൽ എല്ലാവരും മരിക്കും. എത്ര ആരോഗ്യമുണ്ടായിട്ടും കാര്യമില്ല. ആരോഗ്യം എന്നത് ഒരിക്കലും ഒരുപാട് കാലം ജീവിക്കും എന്നതിന്റെ മാനദണ്ഡമല്ല. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയപ്പെട്ട ഒരു കവിത നമ്മൾ പലപ്പോഴും കേട്ട് കാണും. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. എത്ര എത്ര നല്ല ആരോഗ്യമുള്ളവരാണ് ഒരു രോഗവുമില്ലാതെ മരിച്ചുപോയത്.
എന്നാൽ നിത്യരോഗികളായ എത്ര എത്ര ആളുകളാണ് അവർ ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചില മരണവാർത്തകൾ കേട്ടാൽ വടിപോലെ നടന്നുപോയ മനുഷ്യനാണ്, നല്ല ആരോഗ്യമുണ്ടായിരുന്നു, പറയാനൊരു രോഗവും ഉണ്ടായിരുന്നില്ല, പക്ഷെ മരിച്ചുപോയി. അങ്ങനെയാണ്. ആരോഗ്യം ഇതൊരു മാനദണ്ഡമേ അല്ല. നല്ല ആരോഗ്യമുണ്ട്, കാര്യമില്ല, ആയുസ് വന്നെത്തിയാൽ മരിച്ചു. ചിലപ്പോൾ ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ എത്രയോ രോഗികളുണ്ട്, നിത്യരോഗികൾ. അവരത് വർഷങ്ങളോളം ജീവിച്ചു പോകുന്നുണ്ട്. ഇനി സഹോദരങ്ങളെ, ചെറുപ്പമാണ്, ചെറിയ കുട്ടിയാണ്, വ്യത്യാസമില്ല. വകം മിൻ സഗീറിൻ, എത്ര എത്ര ചെറിയ ചെറിയ കുട്ടികളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ചെറിയ ചെറിയ മക്കൾ, അവരുടെ മാതാപിതാക്കളും അവരുടെ കുടുംബക്കാരും അവരെ കുറിച്ച് വലിയ പ്രതീക്ഷയിലായിരിക്കും. പക്ഷെ ആ പിഞ്ചു ശരീരം അത് ആ ഖബറിന്റെ ഇരുട്ടറകൾക്കുള്ളിൽ വെക്കപ്പെട്ടിരിക്കുന്നു. എത്ര എത്ര ചെറിയ മക്കളുടെ ശരീരമാണ് ഖബറിന്റെ ഇരുട്ടറകൾക്കുള്ളിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടത്. എത്ര എത്ര മണവാട്ടികളും മണവാളന്മാരും അവരുടെ ആദ്യ രാത്രി പുൽകുന്നതിന് മുന്നേ, ആ ദിവസത്തിൽ അവരുടെ ആ സ്വപ്നം അത് പൂവണിയാൻ സാധിക്കുന്നതിന് മുന്നേ മരിച്ചുപോയിരിക്കുന്നു. എത്ര എത്ര യുവാക്കൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ ഇങ്ങനെ പ്രവേശിക്കുന്നു, ചിരിച്ചും കളിച്ചും രസിച്ചും കൊണ്ട്. എന്നാൽ അവർക്കുള്ള കഫൻ പുടവേത അടുത്ത കടയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവരറിയുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, യൗവനമോ വാർദ്ധക്യമോ രോഗമോ ആരോഗ്യമോ ധന്യതയോ ദാരിദ്ര്യമോ അധികാരമോ ഒന്നും മരണത്തിന് തടസ്സമായി തീരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ നഫ്സും മരണത്തെ രുചിച്ചറിയും. സഹോദരങ്ങളെ, എന്താണ് മരണത്തിന്റെ ആ രുചി? എങ്ങനെയാണ് മരിക്കുക? എങ്ങനെയാണ് ഒരാൾ മരിച്ചു പോകുന്നത്? മരണം എന്നത്, അതിനെക്കുറിച്ച് വളരെ ലളിതമായി, എന്നാൽ അതിന്റെ വേദന എന്തുമാത്രം വലുതാണ് എന്ന് ബോധ്യപ്പെടാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയം അവിടുന്ന് പറഞ്ഞ വാക്കുകൾ മാത്രം നമ്മൾ കേട്ടാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണത്തോടടുത്ത് നിന്ന സമയത്ത് അവിടുത്തെ അരികിൽ ഒരു ചെറിയൊരു പാത്രം ഉണ്ടായിരുന്നു, അതിൽ വെള്ളമുണ്ടായിരുന്നു. അതിൽ അവിടുന്ന് കൈ മുക്കിക്കൊണ്ട് അവിടുത്തെ മുഖത്ത് തടവുമായിരുന്നു. അവിടുന്ന് ബോധക്ഷയമുണ്ടാകും, പിന്നീട് വീണ്ടും ബോധം വരും, ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന വാക്യപ്രകാരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുമ്പോൾ ഓരോ മുസ്ലിമും പറയേണ്ട അവസാനത്തെ വാക്കാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. തീർച്ചയായും മരണത്തിന് സകറാത്തുണ്ട്, മരണത്തിന് വെപ്രാളമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ ആ മരണവെപ്രാളം എന്ന് പറഞ്ഞാൽ? മരണത്തിന്റെ ആ വെപ്രാളത്തെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവാണ്, അംർ ഇബ്നുൽ ആസ്, രണ്ടുപേരും സഹാബിമാരാണ് റളിയല്ലാഹു അൻഹുമ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മകനോട് പറഞ്ഞിരുന്നു, മോനെ, മരിക്കുന്ന സമയത്ത് എന്റെ മരണം ആസന്നമായി കിടക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ആ പ്രയാസം, അതല്ലെങ്കിൽ ആ അവസ്ഥ, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല ബുദ്ധിയും വിവേകവുമുള്ള ഒരാൾ എന്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ
മരണമാസന്നമായപ്പോൾ, അങ്ങനെ അദ്ദേഹത്തിന് മരണമാസന്നമായി കിടക്കുമ്പോൾ മകൻ ഇത് ഓർമ്മപ്പെടുത്തി, വാപ്പാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് അത് പറഞ്ഞു തന്നാലും. അദ്ദേഹം സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, യാ ബുനയ്യ, മോനെ, അൽ മൗതു അഅ്ളമു മിൻ അൻ യൂസഫ, മരണം എന്നത് അത് വിശേഷിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ഗൗരവമാണ്, കാഠിന്യമാണ്. അത് നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ, അത് വിശേഷിപ്പിച്ചു തരാൻ പ്രയാസമാണ്. വലാകിൻ സഅസിഫു ലക മിൻഹു ശൈഅൻ, നിനക്ക് ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം, നിനക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിന്റെ വേദനയും വെപ്രാളവും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ട് അദ്ദേഹത്തിന് മരണമാസന്നമായി കിടക്കുമ്പോൾ ഉണ്ടായ അവസ്ഥയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ്, കഅന്ന അലാ കതിഫയ്യ ജബല ളുവാ, എന്റെ രണ്ട് ചുമലുകൾക്ക് മുകളിലും ളുവാ എന്ന വലിയ പർവ്വതം കൊണ്ടുവച്ചതുപോലെയാണ് മോനെ എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഒരു വലിയ മല കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും? ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും ഭാരം ശരീരത്തിന് തോന്നുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖ്ബി ഇബ്റത്തിൻ, മോനെ എനിക്കിപ്പോൾ എന്റെ ശ്വാസം പുറത്തേക്ക് പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നത് ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ എപ്രകാരമാണോ പുറത്തേക്ക് പോകുന്നത് അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശ്വാസം പോകുമ്പോൾ അൽഹംദുലില്ലാ ഒരു തടസ്സമില്ലാതെ പോകുന്നുണ്ട്. ഇത് ടൈറ്റായിട്ട് ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ പോകുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു, ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ എന്നാണ് പറഞ്ഞത്. വകഅന്ന ഫീ ജൗഫി ശൗകത ഔസജിൻ, മാത്രമല്ല മോനെ എന്റെ തൊണ്ടയിൽ മുള്ളുകൾ നിറഞ്ഞ ഒരു മരം, ഒരു ചെടി ഉള്ളതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. മുള്ളുള്ള ഒരു മരം തൊണ്ടയിൽ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. وكأن السماء أطبقت على الأرض وأنا بينهما, ആകാശം എന്റെ മുകളിലേക്ക് പതിച്ചു, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഞാൻ പെട്ടതുപോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ആ അവസ്ഥ? ശരീരത്തിന് രണ്ട് പർവ്വതങ്ങൾ, ഒരു വലിയ പർവ്വതം രണ്ട് ചുമലുകളിലും കൊണ്ടുവച്ചതുപോലെ ആയിരിക്കും. ശ്വാസം എടുക്കാൻ വളരെ പ്രയാസം. തൊണ്ടയിൽ മുള്ളുകൾ നിറഞ്ഞ ഒരു ചെടി, ഒരു മരം ഉള്ളതുപോലെ. ആകാശം താഴേക്ക് പതിച്ചിട്ട് അതിനിടയിൽ, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ പെട്ടതുപോലെയുള്ളൊരു അവസ്ഥ. സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം മകന് പറഞ്ഞു കൊടുത്താൽ, ഇതാണ് മരണത്തിന്റെ സക്കറാത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം. സഹോദരങ്ങളെ, മരണത്തിന്റെ വെപ്രാളം എന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്താണത് കാര്യം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പമാക്കി കൊടുക്കും മരണവെപ്രാളം, മരണസമയത്ത്. പക്ഷെ ആ സക്കറാത്ത്, അതിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല. മരണത്തിന്റെ ആ ഒരു സക്കറാത്ത് ഉണ്ടല്ലോ, അതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒഴിവായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലിൽ മൗതി സക്കറാത്ത് എന്ന് അവിടുന്ന് അവസാന സമയം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിക്ക് അനുഭവപ്പെട്ട കാര്യം അദ്ദേഹം മകന് പറഞ്ഞു കൊടുത്തു. ലോകത്ത് കഴിഞ്ഞുപോയ നല്ല സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ മുന്നിലിരുന്ന് ദീൻ പഠിച്ച അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സഹാബിയുടെയും അവസ്ഥ നമ്മൾ കേട്ടത്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് സഹോദരങ്ങളെ കേവലം കേട്ടു പോകാനുള്ള ഒരു കാര്യമല്ല. കേട്ടിട്ട് ഇങ്ങനെ കോരിത്തരിച്ചിട്ട് ഇപ്പൊ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞൊക്കെ നമ്മൾ കാണാനിരിക്കുക. ഇതിന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കേട്ടതിനേക്കാൾ അപ്പുറത്താണ് കാര്യം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കാഫിറുകളായ, നിഷേധികളായ ആളുകളെ മരിപ്പിക്കുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലൗ തറാ ഇദി ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി, നബിയെ താങ്കൾ എങ്ങാനും
അതിക്രമകാരികളായ കാഫിറുകളായ മുശ്രിക്കുകളായ ആളുകൾ അവർ മരണവെപ്രാളത്തിൽ മരണമാസന്നമായി കിടക്കുമ്പോഴുള്ള അവസ്ഥ കണ്ടിരുന്നെങ്കിൽ, എന്താണ് കണ്ടിരുന്നെങ്കിൽ എന്ന് ചോദിക്കാനുള്ള കാരണം, വൽമലായികതു ബാസിതു ഐദീഹിം, അല്ലാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് മലക്കുകളുടെ കൈകൾ നീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവരെ മുൻഭാഗത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ടാണ് മലക്കുകൾ മരിപ്പിക്കുക, ഇവിടെ റൂഹ് ഏറ്റെടുക്കുക. അവരോട് പറയും അഖ്രിജു അൻഫുസകും, നിങ്ങളുടെ ആത്മാവ് പുറത്തേക്ക് വിടൂ എന്ന് പറയും. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. ഇന്നേ ദിവസം നിങ്ങൾക്ക് വേദനാജനകമായ നിന്ദ്യമായ ശിക്ഷയാണുള്ളത്. അള്ളാഹുവിന്റെ മേൽ അറിവില്ലാത്തത് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, അതിനോട് അഹങ്കാരം കാണിച്ച് മാറി നിന്നിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് നിഷേധികളായ ആളുകളെ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ റൂഹ് ഏറ്റെടുക്കുക. സഹോദരങ്ങളെ, മരണമാസന്നമാകുമ്പോൾ രണ്ട് രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ മുഅ്മിൻ, അതല്ലെങ്കിൽ കാഫിർ. ഒന്നല്ലെങ്കിൽ സത്യവിശ്വാസി, അതല്ലെങ്കിൽ നിഷേധി, മുശ്രിക്, അള്ളാഹുവിൽ പങ്കുചേർത്തവൻ, അതല്ലെങ്കിൽ കപടവിശ്വാസി, മുനാഫിഖ്. ഈ രൂപത്തിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വ റിദ്വാൻ. നല്ല വിശിഷ്ടമായ ആത്മാവെ, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും ഇറങ്ങി വരൂ, പുറത്തേക്ക് വരൂ എന്നാണ് അവരോട് പറയുക. അപ്പോൾ അവരുടെ റൂഹ് പുറത്തേക്ക് വരിക, ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫിസ്സിഖാ. ഒരു വെള്ളത്തിന്റെ കൂജയിൽ നിന്നും വെള്ളം പുറത്തേക്ക് അതിങ്ങനെ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയായിരിക്കും, മൃദുലമായ അവസ്ഥയിലായിരിക്കും റൂഹ്, മുഅ്മിനിന്റെ റൂഹ് പുറത്തേക്ക് പോവുക. എന്നാൽ ഒരു കാഫിറായ മനുഷ്യന്റെ റൂഹ് പുറത്തേക്ക് പോവുക, അത് നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അയ്യതുഹൻ നഫ്സുൽ ഖബീസ എന്നാണ് കാഫിറായ ഒരു മനുഷ്യനോട് അവന്റെ ആത്മാവിനെ പുറത്തേക്ക് വിടാൻ മലക്കുകൾ ആവശ്യപ്പെടുക. കാരണം മലക്കുകളെ കാണുമ്പോൾ, മരണമാസന്നമാകുമ്പോൾ അവന്റെ വെപ്രാളം വർദ്ധിക്കുകയാണ്. ആ സമയത്ത് മടങ്ങിപ്പോക്കിനെ കുറിച്ച് അവന് ബേജാറിലായിരിക്കും, പേടിയിലായിരിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ വെറുക്കും, അള്ളാഹു അവനെയും വെറുക്കും. നിഷേധിയുടെ അവസ്ഥയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഖുർആനിൽ കേട്ടതുപോലെ മലക്കുകൾ അവരിലേക്ക് കൈകൾ നീട്ടി അവരെ അടിച്ചുകൊണ്ടാണ്, മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ടാണ് അവരുടെ റൂഹ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് സഹോദരങ്ങളെ രണ്ട് വിഭാഗം ആളുകളുടെ റൂഹ് പുറത്തേക്ക് പോവുക. ഈ രൂപത്തിലാണ് നമ്മൾ മരിക്കുക. ഇത് യാഥാർത്ഥ്യമാണ്, ഇതിലൊരു സംശയവും നമുക്കുണ്ടാവേണ്ടതില്ല. നമ്മുടെ സമയം എത്തിയാൽ മതി. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കാണും. അള്ളാഹു അതിൽ നല്ല തയ്യിബായ നഫ്സ് എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതിനാണ് നമ്മൾ ഈ പ്രയത്നിക്കുന്നത്. നമ്മൾ ഈ വന്നിരുന്നതും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടതും ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഇതാ ഈ പറഞ്ഞ ഒരു സമയം അത് വരുമ്പോൾ രക്ഷപ്പെടാനാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഒരാൾ പരാജയപ്പെട്ടു പോയാൽ പിന്നൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. മരണസമയത്ത് ഒരാൾ രക്ഷപ്പെട്ടാലാണ് ബാക്കി അങ്ങോട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. മരണസമയത്ത് എങ്ങാനും പരാജയപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, പിന്നെ രക്ഷപ്പെടാൻ
ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബുൻ. ഇന്നേ ദിവസം പ്രവൃത്തിയുണ്ട്, ഇന്ന് വിചാരണയില്ല. ഇന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു സമയം തന്നിരിക്കുകയാണ്, എത്രയും പ്രവർത്തിക്കാം. വഗദൻ, നാളെ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണ മാത്രമാണ്, അമലില്ല. അതാണ് നമ്മുടെ ആയുസ് വന്നെത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ്, ഒരു നാഴിക ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറുകയില്ല. കൃത്യസമയത്ത് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകും. പിന്നെ എന്തു തന്നെ പകരം നൽകാമെന്ന് പറഞ്ഞാലും കാര്യമില്ല. പിന്നെ ഒരു അമൽ, പിന്നെ ഒരു എന്താണ് അതിന്റെ അത്രയും ചെറുതായിട്ടുള്ള ഒരു ചെറിയ കർമ്മം പോലും ചെയ്യാൻ സമയമില്ല. എന്നാൽ അതിനു മുന്നേ എത്രയും ചെയ്യാനുള്ള സമയമുണ്ട്. അതിനു മുന്നേ എത്രയും ചെയ്യാം. ഇന്ന് ഹിസാബില്ല. അള്ളാഹു നമുക്ക് ചെയ്തെന്ന നിഅമത്താണ്. ഇന്ന് ഹിസാബില്ല, ഇന്ന് വിചാരണയില്ല. ചെയ്യാനുള്ള ആ ദുനിയാവിലെ പ്രവർത്തനങ്ങളുടെ മൈതാനത്തിലാണ് നമ്മളുള്ളത്. നമുക്കിന്ന് പ്രവർത്തിക്കാം, എന്തും ചെയ്യാം. എന്നാൽ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിച്ചു പ്രവർത്തിച്ചാൽ സന്തോഷിക്കാൻ പോകുന്നത് ഈ സമയത്താണ്. ദുനിയാവിലെ ഞെരുക്കങ്ങൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും പരീക്ഷണങ്ങൾക്കിടയിലുമൊക്കെ അതിന്റെ അവസാനം, ദുനിയാവിലെ അവസാനത്തെ ദിവസമാണ്, പരലോകത്തേക്കുള്ള ആദ്യത്തെ ദിവസത്തിലാണ് സഹോദരങ്ങളെ ഒന്നല്ലെങ്കിൽ നമുക്ക് ശാശ്വതമായ സന്തോഷം, അതല്ലെങ്കിൽ ശാശ്വതമായ സങ്കടം. രണ്ടാൽ ഒന്നേ ഉണ്ടാവുള്ളൂ. ഒന്നല്ലെങ്കിൽ കാലാകാലം അവിടെ നിന്ന് അങ്ങോട്ട് സന്തോഷമാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിച്ചവർ, ശേഷം ഇസ്തിഖാമത്ത് കൈക്കൊണ്ടവർ, അഥവാ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്ന് ജീവിതം മുന്നോട്ട് നയിച്ച ആളുകൾ, അവരാരോ അവരിലേക്ക് മരണമാസന്നമാകുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം സുദീർഘമായ ഒരു ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ മരിക്കുമ്പോൾ, മരണമാസന്നമാകുമ്പോൾ നമുക്ക് കാണാനുള്ള, നമ്മുടെ കണ്ണെത്തുന്ന ദൂരം വരെ അള്ളാഹുവിന്റെ മലക്കുകൾ അണിയണിയായി വന്നിരിക്കും. നമ്മുടെ തലഭാഗത്ത് മുതൽ അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ കാണും മലക്കുകൾ വന്നിരിക്കുന്നത്. ശേഷം മലക്കുൽ മൗത്ത് വരും. എന്നിട്ടാണ് നമ്മളോട് നമ്മുടെ നഫ്സിനെ പുറത്തേക്ക് വിടാൻ പറയുക. ആ സമയത്ത് അള്ളാഹുവിൽ വിശ്വസിച്ച ഇസ്തിഖാമത്ത് കൈക്കൊണ്ട ആളുകൾ രണ്ട് കാര്യങ്ങൾ സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ തൗഹീദുള്ള ആളുകളല്ലേ, നമ്മളൊന്നും ശിർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ നമ്മൾ രക്ഷപ്പെടൂലേ, വഞ്ചിതരായി പോകരുത്. ഈമാനും ഇസ്തിഖാമത്തും, ഈമാനും അമലു സ്വാലിഹാത്തും, ഇത് രണ്ടുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈമാനും അമലു സ്വാലിഹാത്തും, അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാകണം. ഈമാൻ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഉൾക്കൊള്ളണം. പിന്നീട് ഇസ്തിഖാമത്ത് കൈക്കൊള്ളണം, നേരെ ചൊവ്വേ ജീവിക്കാൻ ശ്രമിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ആ മലക്കുകൾ ഈ മരണമാസന്നനായി കിടക്കുന്ന വിശ്വാസിയോട് പറയും, മുഅ്മിനായ മനുഷ്യനോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുക. ഭയപ്പാടുണ്ടാകും. ആദ്യമായിട്ട് മലക്കുകളെ കാണുമ്പോൾ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ സ്വാഭാവികമായി പേടിയുണ്ടാവും. വിട്ടേച്ചു പോകുന്ന ഭാര്യ, മക്കൾ, ദുനിയാവ്, സങ്കടം ഉണ്ടാവും. ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്ന് ആലോചിച്ച് ദുഃഖം ഉണ്ടാവും. രണ്ടും വേണ്ടതില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന വലിയ അവന്റെ അനുഗ്രഹമാണ്. അവൻ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല.
എന്നിട്ട് പറയുന്ന വാക്കെന്താണ്? വഅബ്ശിറൂ. പിന്നെയുള്ള പരിപാടി എന്താ? സന്തോഷിച്ചോളൂ. ഇനി സന്തോഷം മാത്രമാണ്. നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇന്ന ചെയ്താൽ അതുണ്ട്, ഇന്ന ചെയ്താൽ സ്വർഗമുണ്ട്, ഇന്ന ചെയ്താൽ ഇന്ന ഉണ്ട്, ഒക്കെ വെറുതെ പറഞ്ഞല്ല. കുട്ടികളെ പറ്റിക്കുന്നത് പോലെ പറ്റിക്കാൻ പറഞ്ഞതല്ല. മോനെ നന്നായ മുട്ടായി വാങ്ങിച്ചു തരട്ടോ എന്ന് കുട്ടികളോട് പറയുന്ന പോലെ പറഞ്ഞല്ല. അല്ലെങ്കിൽ വെറുതെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയതല്ല. മറിച്ച് തൗഹീദ് സ്വീകരിച്ചവർക്ക് സ്വർഗമുണ്ട്, 5 നേരം നിസ്കരിച്ചവർക്ക് സ്വർഗമുണ്ട്, ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾക്ക് സ്വർഗമുണ്ട്, സ്വർഗീയ സുഖങ്ങളുണ്ട്, സുഖാനുഭൂതികളുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ദുനിയാവിൽ നമ്മൾ കേട്ടത് വെറുതെ മോഹന വാഗ്ദാനങ്ങളല്ല. അതൊക്കെയാണ് മരിക്കുന്ന സമയത്ത് പറയാം. ഇതൊക്കെ നമ്മൾ ദുനിയാവിൽ നിന്ന് കേട്ടിട്ട് അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ എന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കും. അതല്ല ഇതെല്ലാം കേട്ടിട്ട് ഇതുവഴി കേട്ട് അടുത്ത കാതിലൂടെ പുറത്തേക്ക് പോവുകയാണോ, ആ സമയത്ത് അത് കേൾക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു എന്നെ നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തെക്കുറിച്ച് വെറും സ്വർഗം എന്നല്ല പറഞ്ഞു, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദുനിയാവിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ സ്വർഗം ഉണ്ട് എന്നുള്ളത്, കണ്ടിട്ടില്ല. പക്ഷേ ഗൈബിൽ വിശ്വാസമുള്ളവരായിരുന്നു മുഅ്മിനീങ്ങൾ. അതെല്ലാം ഉപകാരപ്പെടുന്ന ദിവസമാണ് സഹോദരങ്ങളെ മരിക്കുന്ന ആ സമയം. ആ ഒരു സമയം എന്നത് ഈ പറഞ്ഞതെല്ലാം നമുക്ക് ഉപകരിക്കുന്ന നാളാണ്. ഈ സന്തോഷ വാർത്ത കേട്ടിട്ടാണ് മുഅ്മിനിന് മരിക്കാൻ സാധിക്കുക. ആ സന്തോഷ വാർത്ത അവിടെ വെച്ച് അവസാനിക്കുന്നില്ല, പിന്നീട് അങ്ങോട്ട് സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ്, ഒന്നല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് സന്തോഷം ആരംഭിച്ച് പിന്നെ അവിടുന്ന് അങ്ങോട്ട് സന്തോഷമാണ്, പിന്നെ വേറെ ആലോചന ഒന്നുമില്ല, പിന്നെ അങ്ങോട്ട് ഖബറിലെത്തിയാലും സന്തോഷമാണ്. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ അവിടെ മുതൽ അട്ടഹാസവും തേങ്ങലുകളും കരച്ചിലുകളും മാത്രമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മലക്കുകൾ അവരെ മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ട് അവരുടെ റൂഹ് ബലമായി പിടിച്ചു വാങ്ങുന്ന ആ സന്ദർഭം മുതൽ പിന്നീട് അവർക്ക് ചിരിയില്ല, പിന്നീട് ഒരു സമാധാനമില്ല, പിന്നീട് ഒരു ആശ്വാസമില്ല, പിന്നീട് ഒരു സന്തോഷമില്ല. അതാണ് അള്ളാഹു അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുനിയാവിന്റെ കാര്യത്തിൽ അതിന്റെ പളവളപ്പിൽ മതിമറന്നു പോയ നിഷേധികളായ ആളുകളിലേക്ക് നബിയെ താങ്കൾ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ദുനിയാവിലുള്ള ആളുകൾ അവരുടെ സന്തോഷവും അവരുടെ ആഹ്ലാദങ്ങളൊന്നും കണ്ടിട്ട് സത്യവിശ്വാസികളായ നമ്മൾ ഒരിക്കലും വഞ്ചിതരായി പോകരുത്. നമുക്ക് എപ്പോഴും പരീക്ഷണം, നമുക്ക് എപ്പോഴും ദുഃഖം, സങ്കടം, നമുക്കൊന്നും ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ വിചാരിക്കേണ്ടതില്ല. ദുനിയാവ് പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം പരീക്ഷണമാണോ? എന്നാലും സഹോദരങ്ങളെ അത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഒരൽപ്പ ദിവസം. ഒരുപാട് കാലം ജീവിച്ചിട്ട് നമ്മളൊക്കെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര കാലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഒരു ദിവസം, അതല്ലെങ്കിൽ അതിന്റെ പകുതി എന്നാണ്. ഇത്ര കാലം ജീവിച്ചിട്ട് നമ്മൾ അവിടെ എത്തിയാൽ പറയാ ഒന്നല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ അതിന്റെ പകുതി എന്നാണ്. ഒരുപാട് കാലം ജീവിച്ചതായിട്ട് ഓർമ്മ ഉണ്ടാവില്ല, ഒരുപാട് കാലം ജീവിച്ചതായിട്ട് അനുഭവപ്പെടുകയില്ല. ദുനിയാവ് അത്രയും നിസ്സാരമാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, എത്ര വേഗമാണ് വർഷങ്ങൾ കടന്നു പോകുന്നത്, എത്രയാണ് ആളുകൾ മരിച്ചു പോകുന്നത്. ഇന്നലകളിലെ ചെറിയ ചെറിയ മക്കളാണ് ഇന്നത്തെ യുവാക്കൾ. ഇന്നലകളിൽ നല്ല കറുകറുത്ത മുടിയും താടിയും ഉണ്ടായിരുന്ന, യൗവനം ഉണ്ടായിരുന്ന ആളുകളാണ് ഇന്നത്തെ വാർദ്ധക്യത്തിൽ വയസ്സായിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് മുൻഗാമികൾ ചിലർ നര കണ്ടാൽ അവർ പറയാറുണ്ടായിരുന്നു, മരണം എന്നെ തേടി വരാൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ നര കണ്ടാൽ ഇങ്ങനെ എടുത്തിട്ട് മെല്ലെ പൊട്ടി കളയും. നമ്മൾ വിചാരിക്കുന്നത് ഈ നര പൊട്ടിച്ചാൽ പിന്നെ ആയുസ് 10 കൊല്ലം കൂടിയെന്നാണ്. അല്ല, സൂചനയാണ്. നര കാണുമ്പോൾ സഹോദരങ്ങളെ ഓർമ്മിക്കേണ്ടത്, നമുക്ക് ഓർമ്മ വരേണ്ടത് തിരിച്ചു പോകാനാണ്. കറുപ്പ് അത് വെളുക്കാൻ തുടങ്ങും. അത് വെളുത്ത് വെളുത്ത് വെളുത്ത്
ആയുസ് അവസാനിക്കുന്നതിന്റെ ലക്ഷണമാണ്. അത് അള്ളാഹു നൽകുന്ന വലിയ നിഅമത്താണ്, ഒരുപാട് കാലം ആയുസ് കിട്ടാന്നുള്ളത്. അത് അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ ദറജകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും, പദവികൾ കൂട്ടാൻ അതുകൊണ്ട് സാധിക്കും, ഒരുപാട് ചെയ്തു വെച്ചിട്ട് പോകാൻ സാധിക്കും. അതിനനുസരിച്ചിട്ട് പരലോകത്ത് പദവികൾ ഉയരും. എന്നാൽ ഒരുപാട് ആയുസ് കിട്ടി, ഈ പറഞ്ഞ നരയും പ്രായവും ഒന്നും ഒരാൾക്ക് ഉപദേശമായി മാറിയിട്ടില്ല എങ്കിൽ പരലോകത്തെത്തിയാൽ അയാൾ ജീവിച്ച അത്രയും ദിവസങ്ങൾ അയാൾക്ക് വലിയ ശിക്ഷക്ക് കാരണമായി തീർന്ന ദിവസങ്ങളാണ്. ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അനുസരിക്കാത്തതിന് അവന് ശിക്ഷ ഉണ്ടാകും, ഹറാമ് ചെയ്തതിന് ശിക്ഷ ഉണ്ടാവും, വാജിബ് ചെയ്യാത്തതിന് ശിക്ഷ ഉണ്ടാവും. കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചതിന് ശിക്ഷിക്കപ്പെടും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് ദുനിയാവിലുള്ള മുഴുവനും. ഇതൊക്കെ അനുഭവിച്ചതിന് കണക്ക് പറഞ്ഞു കൊടുക്കണം, അതിനും ശിക്ഷ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ, ഈ രണ്ടാമതൊരവസ്ഥയിലാണ്, ഇങ്ങനെയാണ് നമ്മുടെ മരണം. ഇത് നമ്മൾ കാണാനിരിക്കുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്ന ഒരേ ഒരു ആദർശം അത് പരിശുദ്ധ ഇസ്ലാമാണ്. ബാക്കി ലോകത്തുള്ള ഒരു പ്രത്യശാസ്ത്രത്തിനും കൃത്യമായി ഈ പറഞ്ഞ രൂപത്തിൽ വരെ മരണവും മരണാനന്തരവും വിശദീകരിക്കാൻ സാധിക്കുകയില്ല. അവർ ഭാവനകൾക്ക് ഇടയിലാണ്, ചില ഊഹാപോഹങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. മരിച്ചാൽ എന്താവും? ചില ആളുകൾ മരിച്ചാൽ പിന്നീട് പുനർജനിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. തിന്മകൾക്കനുസരിച്ച് പട്ടിയോ ചണ്ടാളനോ ഒക്കെ ആയിട്ട് ജനിക്കും, പിന്നെ ഇവിടത്തേക്ക് തന്നെ വരിക എന്നാണ്. അങ്ങനെയല്ല. വേറെ ചില ആളുകൾ മരിക്കും. നിരീശ്വരവാദികളോട് മരിക്കുമെന്ന് ചോദിച്ചാൽ മരിക്കും. മരിച്ചാൽ പിന്നെന്താ? ഇങ്ങനെ മരിച്ചാൽ പിന്നെന്തേത്? ഇങ്ങനെയല്ല. മരിച്ചാൽ ഇനിയാണ് ജീവിതം. അത് സഹോദരങ്ങളെ കൃത്യമായി പറഞ്ഞു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അതല്ലാത്ത മറ്റൊന്നുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു തന്നതായി കാണാം. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപെടും. അങ്ങനെ നമ്മുടെ ആത്മാവ് മുകളിലേക്ക് ഉയർന്നു പോകും. സുദീർഘമായ ഹദീസാണ്, അത് മുഴുവൻ വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് അതിലെ ചുരുക്കം കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ആത്മാവ് ഒന്നാം ആകാശത്ത് സത്യവിശ്വാസിയാണെങ്കിൽ ഈ ആത്മാവുമായി മലക്കുകൾ മുകളിലേക്ക് ഉയർന്നു പോകും. ഒന്നാം ആകാശത്ത് എത്തുമ്പോൾ അവിടെ വെച്ച് ചോദിക്കപ്പെടും, ആരാണിത്? ഏതാണ് ഈ മനുഷ്യൻ? നല്ല സുഗന്ധമാണ് ആ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് പോവുക. കാരണം സത്യവിശ്വാസിയുടെ റൂഹ് അത് പിടിക്കാൻ, ഏറ്റെടുക്കാൻ മലക്കുകൾ വരുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള പരുത്തിയും കഫൻ പുടവയുമായിട്ടാണ് അവർ വരിക. അതിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഈ ആത്മാവിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവുക. ഒന്നാം ആകാശത്തെത്തിയാൽ അവിടുന്ന് മലക്കുകൾ അതിന്റെ വാതിൽ തുറന്നു കൊടുക്കും. അവർ അതിനെ അനുഗമിച്ച് രണ്ടാം ആകാശത്ത്, അങ്ങനെ അള്ളാഹുവിന്റെ അരികിലേക്ക് ഏഴാം ആകാശം വരെ അത് ചെല്ലും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ. എന്റെ ഈ സത്യവിശ്വാസിയായ അടിമയുടെ പേര് ഉന്നതരായ സ്ഥാനം നൽകപ്പെട്ട ആളുകളുടെ രേഖയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയും. അള്ളാഹു പറയുവാ ഇലൽ അർദ്, ഈ ആത്മാവിനെ ഭൂമിയിലേക്ക്, അവന്റെ ആ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു മടക്കൂ എന്ന് പറയും. ഫഇന്നി മിൻഹാ ഖലഖതുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ. അള്ളാഹു പറയും, കാരണം മണ്ണിൽ നിന്നാണ് അവനെ നാം സൃഷ്ടിച്ചത്,
അതിലേക്കാണ് അവനെ നാം മടക്കുന്നതും. ഇനി അതിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഒരു തവണ കൂടി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത്. ഈ സമയത്തിനിടയിൽ ശരീരം എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും, ഖബറിലെത്തിയിട്ടുണ്ടാവും. റൂഹ് ആ ശരീരത്തിലേക്ക് തിരിച്ചു മടങ്ങും. അങ്ങനെ മറമാടും. സത്യവിശ്വാസിയുടെ അവസ്ഥയിലാണ്. എന്നാൽ ഒരു സത്യനിഷേധിയാണെങ്കിൽ അവന്റെ ആത്മാവുമായി മലക്കുകൾ ഒന്നാം ആകാശത്തേക്ക് എത്തും. അവന്റെ ആത്മാവ് ഏറ്റെടുക്കാൻ വേണ്ടി വരുമ്പോൾ നരകത്തിൽ നിന്ന് വളരെ മോശമായ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലുള്ള കഫൻ പുടവയുമായിട്ടാണ്, പരുത്തിയുമായിട്ടാണ് അവന്റെ ആത്മാവിനെ ഏറ്റെടുക്കാൻ മലക്കുകൾ വരിക. ഭീകരാവസ്ഥയായിരിക്കും, വല്ലാത്ത പ്രയാസമായിരിക്കും അവന്റെ കാര്യം. അങ്ങനെ ആ ആത്മാവുമായി മലക്കുകൾ മുകളിലേക്ക് ഉയരുമ്പോൾ ഒന്നാം ആകാശത്ത് വെച്ച് തന്നെ മലക്കുകൾ ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയില്ല. ചോദിക്കും, ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവ്, ആരാണിവൻ? അപ്പോൾ ഈ കൊണ്ടുപോയ മലക്കുകൾ പേര് പറഞ്ഞു കൊടുക്കും, ഇന്നയാളുടെ മകൻ ഇന്നയാൾ എന്ന് പറഞ്ഞു കൊടുക്കും. അയാൾക്ക് വേണ്ടി, അയാളുടെ ആത്മാവിന് വേണ്ടി ഒന്നാം ആകാശം തുറക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിലൂടെ 40-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. നിഷേധികളായ ആളുകൾക്ക് വേണ്ടി ആകാശങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയുമില്ല. ഏതുവരെ? ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരൊട്ടകം പ്രവേശിക്കുന്നത് വരേക്കും. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരേക്കും നിഷേധികളായ ആളുകൾക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയുമില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരിക്കലും ആകാശം തുറക്കപ്പെടുകയില്ല, അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കോ? ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്, ഒരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് ഇവരുടെ ആകാശത്തെ വാതിൽ തുറക്കപ്പെടലും സ്വർഗപ്രവേശനവും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു പറയും, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീന ഫിൽ അർദി സുഫ്ലാ. അവന്റെ പേര് ഭൂമിയുടെ അടിത്തട്ടിൽ ഏറ്റവും താഴെ കുറ്റവാളികളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ആ കിതാബിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഫതുത്റഹു റൂഹുഹു തർഹൻ, അവന്റെ ആത്മാവിനെ ഒന്നാം ആകാശത്ത് വെച്ച് മലക്കുകൾ താഴേക്ക് എറിയും. അള്ളാഹുവിന്റെ കിതാബിൽ അതിനെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ. അള്ളാഹുവിൽ പങ്കുചേർത്തവൻ ആരോ അവൻ ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ചവനെ പോലെയാണ്. ഇതാണ് ആ അവസ്ഥ. ദുനിയാവിലും അങ്ങനെ തന്നെ ആയിരിക്കും, മരിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. മരിച്ചാൽ അത് അക്ഷരാർത്ഥത്തിൽ അവന്റെ കാര്യത്തിൽ അത് പ്രതിഫലിക്കും. ദുനിയാവിൽ അവൻ ആകാശത്ത് നിന്ന് താഴേക്ക് വീണവനെ പോലെ ആയിരിക്കും, ഒരെത്തും കൂടി ഉണ്ടാവില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫതഖ്തഫുഹു ത്വയ്റു ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. ആകാശത്ത് നിന്ന് ഒരുവൻ താഴേക്ക് പതിച്ചാൽ ഒന്നല്ലെങ്കിൽ പക്ഷി അവനെ റാഞ്ചിയെടുക്കും, അതല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂരമായ വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോയി തള്ളും. കാറ്റ് പോകുന്നവരവനും പോയി എവിടെയെങ്കിലും ചെന്ന് പതിക്കും. ഇതാണ് ഒരുത്തൻ ആകാശത്ത് നിന്ന് വീണാലുണ്ടാവുക. ഇതുപോലെയാണ് മുശ്രിക്ക്. ദുനിയാവിൽ ഇങ്ങനെ ആയിരിക്കും, ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, ഒരിക്കലും അള്ളാഹു നൽകുന്ന നിർഭയത്വം ഉണ്ടാവുകയില്ല. എപ്പോഴും ഒരാൾ, ഒരു ദൈവം, ഒരു ഇലാഹ്, അല്ലെങ്കിൽ ഒരു ബിംബം, അല്ലെങ്കിൽ ഒരു ഖബർ, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, ഒരിക്കലും ആശ്വാസം ലഭിക്കുകയില്ല. എപ്പോഴും പേടിയായിരിക്കും. ഒരു പല്ലി ചലിച്ചാൽ അവന് ബേജാറായിരിക്കും, ഒരു പൂച്ച കുറുകെ ചാടിയാൽ അവന്റെ എല്ലാ നന്മയും
അവനവിടെ നിർത്തി വെച്ചിട്ട് പിന്നെ അടുത്ത വേറെ ആരെങ്കിലും നടക്കാൻ കാത്തു. അന്ധവിശ്വാസങ്ങളും ഇതുപോലെയുള്ള പേടികളും. പുതിയ വണ്ടി വാങ്ങിയിട്ട് എന്ത് ചെയ്യും? കുറെ നാരങ്ങയും പച്ചമുളകും ഒക്കെ കൂടി അതിന്മേൽ തിരികെ കയറ്റിയിട്ട് എന്നിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ട സാധനത്തിന്റെ മുകളിൽ കൂടെ കയറ്റും. എന്നിട്ടോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചോലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചാലോ അപ്പോഴും പരിഭ്രാന്തിയിലാണ്. ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള നിസാരമായ ജീവികളെ, ജന്തുക്കളെ, വസ്തുക്കളെ പേടിച്ചിട്ടായിരിക്കും ജീവിക്കുക. പക്ഷി അത് പിന്നെ വന്നിട്ടൊരു കാർഡ് എടുത്തിട്ട് നോക്കുമ്പോൾ ഇവന്റെ ഈ മാസം ഇങ്ങനെ, അടുത്ത വർഷം ഇങ്ങനെ പല കാര്യത്തിൽ ഇനി തീരുമാനമാവും. ബുദ്ധിയില്ലാത്ത പക്ഷിയാണ് ബുദ്ധിയുള്ള ഇവന്റെ കാര്യം തീരുമാനിക്കുന്നത്. ഇതാണ് ആകാശത്തുനിന്ന് താഴേക്ക് വീണവനെ പോലെ എന്ന് പറഞ്ഞത്. ചില ഉദാഹരണങ്ങൾ മാത്രമാണ് എടുത്തു നോക്കിയ ധാരാളം ഉദാഹരണങ്ങൾ കാണാം. എന്നാൽ ഒരു സത്യവിശ്വാസം അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വാസമുള്ളവരാണ്. ഒരു പുതിയ വണ്ടി എടുത്തു, കൊണ്ടുപോയി ഇടിച്ചു. ഖദറുള്ള അള്ളാഹുവിന്റെ ഖദറാണ്. അതിനേക്കാൾ വലുത് വന്നില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുക. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവർക്കൊരു പരീക്ഷണം വന്നാൽ അവർ അള്ളാഹുവിനെ സ്തുതിക്കും, ഇതിനേക്കാൾ വലുത് വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതെന്റെ ദീനിനെ ബാധിച്ചിട്ടല്ലല്ലോ, ദുനിയാവിനല്ലേ എന്ന് വിചാരിച്ച അവർ സമാധാനിക്കും. ഇങ്ങനെയൊക്കെയാണ് മുൻഗാമികൾ അതിനെ മനസ്സിലാക്കിയിരുന്നത്. ആശ്വാസത്തിലായിരിക്കും, സമാധാനത്തിലായിരിക്കും. ഒരു കച്ചവടം പൊട്ടിയോ അടുത്ത നോക്കും, ഒന്നും ശരിയായില്ലേ അടുത്ത നോക്കും. സമാധാനത്തിലായിരിക്കും. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് റബ്ബിനോട് ദുആ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും. സത്യവിശ്വാസിയും മുശ്രിക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. ദുനിയാവിൽ ഇങ്ങനെയാണ്, മരിച്ചാൽ അത് അക്ഷരാർത്ഥത്തിൽ, അതാണ് ഇവിടെ പറഞ്ഞത്, ആകാശത്ത് നിന്ന് താഴേക്ക് അവന്റെ റൂഹിനെ വലിച്ചെറിയും. ഇങ്ങനെയാണ് സഹോദരങ്ങളെ കാഫിറായ ഒരു മനുഷ്യന്റെ ആത്മാവിനോടുള്ള മലക്കുകളുടെ പ്രതികരണം. അങ്ങനെ രണ്ട് കൂട്ടരും പറഞ്ഞ രണ്ട് രൂപത്തിൽ മരിച്ചവരായാലും അവർ എത്തേണ്ട സ്ഥലത്തെത്തും. ഒന്നല്ലെങ്കിൽ ഖബറടക്കും, അതല്ലെങ്കിൽ കത്തിക്കും, അതല്ലെങ്കിൽ കടലിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ, മത്സ്യം വിഴുങ്ങിയതാണെങ്കിൽ, എന്തു സംഭവിച്ചാലും പിന്നീട് അവർ ബർസഖി ജീവിതത്തിലാണ്. ഭൗതിക ജീവിതത്തിൽ നിന്നും അവർ മറയിടപ്പെട്ടു. ഭൗതിക ജീവിതവുമായി പിന്നെ അവർക്ക് ബന്ധമില്ല. പിന്നെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ബർസഖി ജീവിതത്തിലായിരിക്കും. അവർ ഖബർ ജീവിതത്തിലായിരിക്കും. അത് അക്ഷരാർത്ഥത്തിൽ ഖബറടക്കിയാലും ശരി, ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും ശരി, ആ ജീവിതത്തിൽ അവിടെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ടു മലക്കുകൾ വന്നുകൊണ്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇതെല്ലാവരും അഭിമുഖീകരിക്കും. ഒരാളും ഇതിൽ നിന്ന് ഒഴിവാവുകയില്ല. ഖബറടക്കിയാലും ശരി, കത്തിച്ചാലും ശരി, മത്സ്യം വിഴുങ്ങിയാലും ശരി, ശരീരം നുരുമ്പിപ്പോയാലും ശരി, എന്ത് ചെയ്താലും ശരി, മരണാനന്തരം ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് വിധേയമാവണം എല്ലാവരും. ഈ രണ്ടു മലക്കുകൾ വരും. എന്താണ് ആ രണ്ടു മലക്കുകളുടെ അവസ്ഥ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അസ്വദാനി അസ്റഖാനി, കറുത്തിരുണ്ട നീല കണ്ണുകളുള്ള രണ്ടു മലക്കുകൾ അവരുടെ അരികിലേക്ക് വരും. എന്നിട്ട് അവരെ പിടിച്ചിരുത്തും. എന്നിട്ട് ചോദിക്കും ചില ചോദ്യങ്ങൾ. എന്താണ് ചോദിക്കുക? മൻ റബ്ബുക എന്ന് ചോദിക്കും. മാ ദീനുക എന്ന് ചോദിക്കും. മാ മൻ ഹാദ റജുൽ അല്ലദീ ബുഇസ ഫീകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ആ ചോദ്യം. ഈ മൂന്ന് ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ ഉത്തരം പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആകുന്നു, എന്റെ ദീൻ ഇസ്ലാം ആകുന്നു, ഇത് എന്റെ റസൂലാകുന്നു, അള്ളാഹു എന്നിലേക്ക് അയച്ച പ്രവാചകനാകുന്നു എന്ന് പറയും. നിഷേധിയാണെങ്കിൽ, കാഫിറാണെങ്കിൽ, മുശ്രിക്കാണെങ്കിൽ, മുനാഫിഖാണെങ്കിൽ അവൻ ഓരോ ചോദ്യത്തിനും ഹാ ഹാ ലാ അദ്രി എന്ന് പറയും, എനിക്കറിയില്ല എന്ന് പറയും. ചില റിവായത്തിൽ കാണാം അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ കയ്യിൽ
ദണ്ട് പോലെയുള്ള ആയുധം ഉണ്ടാകും. അതുകൊണ്ട് ഹാ ഹാ എന്ന് പറയുന്നവന്റെ തലയിലേക്ക് ഇടിക്കുമെന്നാണ്. അവർ ഭൂമിയിലേക്ക് താഴ്ന്നു പോകും, പിന്നെ തിരിച്ചു വരും, പിന്നെ ചോദിക്കും ഹാ ഹാ ലാ അദിരി എന്ന് പറയും, എനിക്കറിയില്ല എന്നാണ് അവർക്ക് പറയാനുള്ള മറുപടി. സഹോദരങ്ങളെ, ഈ ചോദ്യങ്ങൾ ദുനിയാവിൽ വെച്ച് ഹിഫ്ളാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെയോ ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ റബ്ബ് അള്ളാഹു ആയിരിക്കണം. അള്ളാഹുവിന്റെ ദീൻ അത് പാലിച്ച് ജീവിക്കാൻ, അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമാണ് എൻ്റെ ദീൻ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ആ ദീൻ നെഞ്ചിലേറ്റിയവരായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ അത് പറയാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചോദ്യം അത് കേൾക്കുമ്പോൾ അതിന് ഉത്തരം പറയണമെങ്കിൽ, ഇതെന്റെ റസൂലാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവിടുത്തെ വിശ്വാസവും കർമ്മവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും പരിമളവും ആ ഖബറിലേക്ക് വിരിച്ചു കൊടുക്കാൻ കൽപ്പിക്കും. എന്നാൽ നരകാവകാശിയാണെങ്കിൽ, ഈ പറഞ്ഞ നിഷേധികളാണെങ്കിൽ, നരകത്തിൽ നിന്നുള്ള തീയും ചൂട് കാറ്റും ശിക്ഷയും ഖബറിലേക്ക് എത്തിക്കാൻ അള്ളാഹു പറയും. അങ്ങനെ ഈ ആളുകൾ ചെയ്ത കർമ്മങ്ങൾ ഒരു മനുഷ്യരൂപത്തിൽ അവരിലേക്ക് വരും എന്ന് ഹദീസിൽ കാണാം. ആ സമയത്ത് മുഅ്മിനായ മനുഷ്യൻ പറയും, റബ്ബി അഖിമിസ്സാഅ, അല്ലാഹുവേ എൻ്റെ റബ്ബേ ഖിയാമത്ത് നാളൊന്ന് ആക്കിയാലും, വേഗത്തിലാക്കിയാലും, ഖിയാമത്ത് നാൾ സംഭവിക്കട്ടെ എന്ന് വിശ്വാസിയായ മനുഷ്യൻ, സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യൻ പറയും. കാരണം ഖബറിലുള്ള ഈ സുഖം ഇത് കാണുമ്പോൾ ഇനി അങ്ങോട്ട് കിട്ടാനുള്ള സുഖത്തെക്കുറിച്ച് ആലോചിച്ച് വേഗത്തിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള താല്പര്യമായിരിക്കും. എന്നാൽ ശിക്ഷയും അട്ടഹാസവും തേങ്ങലും പ്രയാസവും അനുഭവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയും, റബ്ബി ലാ തുഖിമിസ്സാഅ, അല്ലാഹുവേ ഖിയാമത്ത് നാളാക്കല്ലേ, ഖിയാമത്ത് നാളാക്കല്ലേ എന്ന് പറയും. കാരണം ഖബറിൽ ഇതാണ് ശിക്ഷയെങ്കിൽ നരകത്തിലുള്ള ശിക്ഷ എന്തായിരിക്കും എന്നാലോചിച്ചു പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവൻ ശിക്ഷയും കരച്ചിലും തേങ്ങലുകളും മാത്രമായിരിക്കും. സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടതായി കാണാം, ഇദാ വഖഫ അലാ ഖബ്രിൻ ബകാ ഹത്താ യബുല്ല ലിഹിയതഹു, അദ്ദേഹം ഖബറിനരികിൽ വന്ന് നിന്നാൽ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാറ് അദ്ദേഹം കരയുമായിരുന്നു. ഖബർ കണ്ടാൽ അദ്ദേഹം കരയും. കാരണം ഖബർ എന്നത് ഒന്നല്ലെങ്കിൽ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളിൽ ഒരു പൂന്തോട്ടം പോലെ ആയിരിക്കും. അതല്ലെങ്കിൽ ഹുഫ്റത്തുൻ മിൻ ഹുഫറിൻ നീറാൻ, നരകത്തിലെ അഗാധ ഗർത്തം, പടുകുഴി, അങ്ങനെയുള്ള കുഴികളിൽ ഉള്ള ഒരു കുഴി പോലെ ആയിരിക്കും. ശിക്ഷയും തീക്കാറ്റും ചൂടും വിഷമങ്ങളും പ്രയാസങ്ങളും അട്ടഹാസങ്ങളും തേങ്ങലുകളും മാത്രമായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് തുടങ്ങിയ സന്തോഷം അവിടുന്ന് അങ്ങോട്ട് അവനുണ്ടാകും. നമുക്ക് ഖബറിൽ സന്തോഷം തന്നെയാണ്. ഇനി അഥവാ അവിടെ പരാജയപ്പെട്ടാൽ ആ കരച്ചിൽ പിന്നൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, പിന്നൊരിക്കലും അവസാനിക്കുകയില്ല. അവസാനത്തെ നിമിഷം അത് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, അത് പാളിപ്പോയാൽ സഹോദരങ്ങളെ പിന്നെ ചിരിക്കാൻ പറ്റില്ല, പിന്നെ ചിരിയില്ല, പിന്നെ സന്തോഷം എന്നത് അവന്റെ ജീവിതത്തിലില്ല. അവസാനത്തെ ചിരിയാണ്. സാധാരണ തമാശയിൽ പറയുന്നത് അവസാനത്തെ ചിരിയാന്ന് പറയുന്നത് അതാണ് നിഷേധികളിൽ ചിരിക്കുന്ന ചിരി. ദീനിനെ പരിഹസിച്ചിട്ടും അല്ലാതെയും അള്ളാഹുവിന്റെ ദീനിൻ അതിനെ നിഷേധിച്ചിട്ടും ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ അട്ടഹാസങ്ങളും അവരുടെ പൊട്ടിച്ചിരികളും അവരുടെ ആഘോഷങ്ങളും അവർ കാണിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ വായു വളർന്നിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവസാനിക്കുന്ന ചിരികളാണ്.
അവസാനിക്കുന്ന ചിരികളാണ്. ഒരിക്കലും ശാശ്വതമായ സന്തോഷമേ അല്ല, ഒരിക്കലുമല്ല. എന്നാൽ ഒരു സത്യവിശ്വാസി ദുനിയാവിൽ എത്ര കണ്ട് പരീക്ഷിക്കപ്പെടുന്നുവോ അത്ര കണ്ട് മരണം സംഭവിച്ചത് മുതൽ അവിടുന്ന് അങ്ങോട്ട് പിന്നീട് സന്തോഷം മാത്രമായിരിക്കും. അതുകൊണ്ട് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ സംഭവിച്ച ആളുകൾ അവരെ കാണുമ്പോൾ ദുനിയാവിൽ ഒരു പരീക്ഷണം ഇല്ലാതെ മരിച്ചുപോയ ആളുകൾ വിചാരിക്കും അവരെ പോലെ എങ്ങനായിരുന്നെങ്കിൽ. ദുനിയാവിൽ വെച്ച് നമ്മളെ തുണ്ടമായി വെട്ടിമുറിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവരാലോചിച്ചു. കാരണം പരീക്ഷണങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് അവിടുന്ന് അള്ളാഹു നൽകുന്ന പ്രതിഫലവും അവർക്ക് കിട്ടുന്ന സുഖങ്ങളും ഒക്കെ കാണുമ്പോൾ പരീക്ഷിക്കപ്പെടാത്ത ആളുകൾ വിചാരിച്ചു എന്ന്. അതുകൊണ്ട് നോക്കൂ, ഭൗതിക ഇഹലോകം എന്നത് പരീക്ഷണങ്ങളാണ്. എപ്പോഴും പരീക്ഷണങ്ങൾ വിടാതെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് വേദനയുള്ള പരീക്ഷണമായിരിക്കും, ചിലപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ പരീക്ഷിക്കും. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കും. അതുകൊണ്ടാണ് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, അല്ലാഹു പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ അവന്റെ റബ്ബ് പരീക്ഷിച്ചു, ഫഅക്രമഹു വനഅമഹു, അല്ലാഹു അവനെ ആദരിച്ചു, അവന് അനുഗ്രഹങ്ങൾ നൽകി. ഫയഖൂലു റബ്ബി അക്രമൻ, അപ്പോൾ അവൻ പറയും എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഇനി ഒരുത്തര് അള്ളാഹു അവന്റെ റിസ്ക് പിടിച്ചു വെച്ചു, പരീക്ഷിച്ചു. രണ്ട് സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞത് പരീക്ഷണം എന്നാണ്. ഇദാ മബ്തലാഹു, ഇബ്തിലാ എന്നാണ് പറഞ്ഞത്, രണ്ടും പരീക്ഷണമാണ്. അപ്പൊ അവൻ പറയും എന്റെ റബ്ബ് എന്നെ അവഗണിച്ചിരിക്കുന്നു. തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു കല്ല, അങ്ങനെയല്ല. കുറെ കിട്ടി എന്നത് അള്ളാഹു ആദരിച്ചു എന്നതിന്റെ തെളിവല്ല. അള്ളാഹു പിടിച്ചു വെച്ചു, എപ്പോഴും പരീക്ഷണമാണ്, അള്ളാഹു അവഗണിച്ചു എന്നതിന്റെ തെളിവല്ല. ദുനിയാവാണ്, അങ്ങനെ ഇങ്ങനെ പരീക്ഷിക്കപ്പെടും. കുറെ കിട്ടിയ ആളുകളെ കണ്ടിട്ട് നമ്മളിങ്ങനെ മേലോട്ട് നോക്കിക്കേണ്ട, അത് അവനുള്ള പരീക്ഷണമാണ്. നൽകാതെ അള്ളാഹു പരീക്ഷിച്ചു, അത് നമുക്കുള്ള പരീക്ഷണമാണ്. അയാൾ ശുക്ർ ചെയ്യുന്നുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. നൽകാതെ ഉള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം സബുർ ചെയ്യുന്നുണ്ടെന്നാണ് അള്ളാഹിന്റെ പരീക്ഷണം. രണ്ടും പരീക്ഷണം. ഒന്നിക്ക് ശാക്കിറാവണം അല്ലെങ്കിൽ സാബിറാവണം. രണ്ടാലൊരു പരീക്ഷണം എന്തായാലും ഉണ്ടാവും. മരിക്കുന്നവരുണ്ടാവും. ജനിച്ചു വീണത് മുതൽ പരീക്ഷണം ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, ഈ അവസ്ഥ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഖബർ കണ്ടാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയും. അദ്ദേഹത്തോട് ചോദിക്കപ്പെടും, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറയും, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. തീർച്ചയായും ഖബർ എന്നത് ഒരു മനുഷ്യൻ ആഖിറത്തിലേക്കുള്ള യാത്രയിൽ അവൻ ആദ്യമായി ഇറങ്ങാനുള്ള, താമസിക്കാനുള്ള സ്ഥലമാണ്. മരിച്ച പിന്നെ ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രക്കിടയിൽ ആദ്യമായി ഒരാൾക്ക് ഇറങ്ങി താമസിക്കാനുള്ള ഭവനമാണ് ഖബർ. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ഫഇൻ നജാ മിൻഹു, ആ ഖബറിൽ വെച്ച് ഒരാൾ രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറ മിൻഹു, അതിനുശേഷം വരാനിരിക്കുന്നതെല്ലാം അവന് എളുപ്പമായിരിക്കും. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ പിന്നെ അങ്ങോട്ട് പേടിക്കാനില്ല. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അവിടെ എങ്ങാനും ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനുശേഷം വരാനിരിക്കുന്നത് അതിനേക്കാൾ കടുത്തതായിരിക്കും. സഹോദരങ്ങളെ, ആ ഖബറോടുകൂടി അവസാനിക്കുന്നില്ല. ഇതാണ് മരണവും മരണശേഷം തൊട്ടുടനെ സംഭവിക്കുന്ന ചില കാര്യങ്ങളും. ഇതാണ് ആപേക്ഷികമായി നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യനാൾ പറയാൻ ഇതുവരെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി രണ്ടാമത്തെ പരലോകത്തെ കുറിച്ചാണ്, വരാനിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചെല്ലാനിരിക്കുന്ന ആഖിറത്തിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാനിരിക്കുന്നത്. അത് പ്രധാനമായും 4 വരുന്ന കാര്യങ്ങളാണ്. അന്ത്യനാളിലുള്ള ഈമാൻ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തേത്, നേരത്തെ പറഞ്ഞതുപോലെ മരിക്കും എന്നതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആ മരണശേഷം പിന്നെ എല്ലാവരും ഒന്നല്ലെങ്കിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ കത്തിക്കും, അല്ലെങ്കിൽ ഖബറടക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും. ഇതെല്ലാവരും സർവ്വസാധാരണയായിട്ട് ചെയ്യാറുള്ളതാണ്.
അതിനുശേഷം വരുന്നത് സഹോദരങ്ങളെ നമ്മുടെ ഈമാനിൽപ്പെട്ടതാണ്. അഥവാ അൽ ഈമാനു ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കണം. ഇതിനെ നിഷേധിക്കുന്നവരാണ് നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ, അങ്ങനെയുള്ള ആളുകൾ, സത്യനിഷേധികൾ. അവർ യഥാർത്ഥ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തവരാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഖിറം, പരലോകം, അന്ത്യനാൾ എന്നതിൽ വളരെ പ്രധാനപ്പെട്ട മരണാനന്തരം നമുക്ക് വിശ്വസിക്കാനുള്ള ആദ്യത്തെ കാര്യം എന്നത് മരിച്ചു ചെന്നാൽ, ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. വേറൊരു മനുഷ്യനായിട്ടോ വേറെ പേരോ വേറെ രൂപമൊന്നുമല്ല. ഇതേ ജസദ്, ഇതേ റൂഹ്, അഥവാ ഇതേ ശരീരം, ഇതേ ആത്മാവ്. ഇവിടെ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത്, ഇതേ നമ്മൾ തന്നെയാണ് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വന്നു നിൽക്കേണ്ടത്. അല്ലാഹു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അഥവാ നമുക്കറിയാം അന്ത്യനാൾ സംഭവിക്കുക. ഇസ്രാഫീൽ എന്ന മലക്ക് അദ്ദേഹം സൂർ എന്ന കാഹളത്തിൽ ഊതും. അങ്ങനെ ഊതിക്കഴിഞ്ഞാൽ അന്ത്യനാൾ സംഭവിക്കും. സൂർ എന്നത് ഖർനുൻ യുൻഫഖു ഫീഹി എന്ന ഹദീസിൽ കാണാം. അഥവാ ഖർൻ ഒരു കാഹളമാണ്, അതിൽ ഊതപ്പെടും. അതിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും, ആകാശം പൊട്ടി താഴേക്ക് പതിക്കും, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴേക്ക് വീഴും, ഭൂമി പിളരും, പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ പാറി നടക്കും, മനുഷ്യരെല്ലാവരും മരിച്ചു വീഴും. അതുകൊണ്ടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, സൂർ എന്ന കാഹളത്തിൽ ഊതുക എന്നത് ഒന്നിലധികം തവണ സംഭവിക്കും. അതിലാദ്യത്തെ ഊത്ത് വയൗമ യുൻഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ്. അല്ലാഹു പറഞ്ഞു, അന്നേ ദിവസം അന്ത്യനാൾ ആയിക്കഴിഞ്ഞാൽ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ളവരെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എല്ലാവരും പേടിച്ച് വിറച്ച് ഭയപ്പെട്ട്, മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഫസാഇഖ, ബോധരഹിതരായി താഴേക്ക് വീഴും, മരിച്ചു വീഴും. എല്ലാവരും മരിക്കും, എല്ലാവരും എല്ലാം നശിക്കും. ഖുർആനിൽ ഖിയാമത്ത് നാൾ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെയാണ് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുന്ന പോലെ ഉണ്ടാവും. തുടങ്ങിയ സൂറത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയിച്ചു തന്നിട്ടുണ്ട്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതും ആകാശങ്ങൾ പൊട്ടി താഴേക്ക് പതിക്കുന്നതും ഇതെല്ലാം സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ സംഭവിക്കും. എല്ലാവരും മരിച്ചു കിടന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ടാമതൊരു ഊത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ആദ്യത്തെ ഈ ഊത്ത് കഴിഞ്ഞാൽ ثم نفخ فيه أخرى فإذا هم قيام ينظرون. വീണ്ടും ഒരു ഊത്ത് കൂടി ഊതിക്കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നോക്കും. ആ രണ്ട് ഊത്തുകൾക്കിടയിൽ എത്ര ദൈർഘ്യമുണ്ട് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 40 എന്ന് പറഞ്ഞു. 40 ദിവസങ്ങളാണോ, 40 മാസങ്ങളാണോ, 40 വർഷങ്ങളാണോ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അബൈതു, ഞാൻ പറയുകയില്ല, ഞാൻ പറയാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. 40 എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനിടയിൽ എത്ര ദൈർഘ്യമുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഈ രണ്ട് ഊതപ്പെട്ടു കഴിഞ്ഞാൽ ചില മുഫസ്സിറുകൾ 3 തവണ ഊതപ്പെടും എന്ന് പറഞ്ഞതായി കാണാം. ആദ്യം ഓതി വെച്ച ആയത്തിൽ ഫഫസിഅ എന്നാണുള്ളത്, പേടിച്ചു ഉറക്കും എന്ന് മാത്രമാണ്. രണ്ടാമത്തത് ഫസാഇഖ, എല്ലാവരും ബോധരഹിതരായി വീഴും, മരിച്ചു വീഴും എന്ന് പറഞ്ഞു. പിന്നെ ثم نفخ فيه أخرى, പിന്നെയും ഊതും. അങ്ങനെ നോക്കുമ്പോൾ 3 തവണ ഊതപ്പെടുമെന്നാണ്.
ഇനിയല്ല ഫസ്ഉം അതുപോലെ സഅഖും ഇത് രണ്ടും ഒന്നാണ് എന്ന് വെച്ചാൽ 2 തവണ ഊതപ്പെടും എന്ന് മാത്രം. ഇങ്ങനെ സഹോദരങ്ങളെ ആ ഊത്തോടുകൂടി എല്ലാവരും മരിച്ച് വീഴും. പിന്നീട് അടുത്ത ഊത്തോടുകൂടി എല്ലാവരും എഴുന്നേൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم ينزل الله من السماء ماء فينبتون كما ينبت البقل. എല്ലാവരും മരിച്ചു വീണു കഴിഞ്ഞാൽ അള്ളാഹു ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കും. ആ മഴ സ്പർശിക്കുമ്പോൾ ചെടി, പുല്ല് അതിങ്ങനെ മുളക്കുന്നത് പോലെ മനുഷ്യന് ജീവൻ വെക്കും എന്നാണ്. ലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല ഇല്ലാ അൾമൻ വാഹിദൻ വഹുവ അജ്ബു الذنب ومنه يركب الخلق يوم القيامة. മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും മനുഷ്യന്റെ ശരീരം മുഴുവനും നുരുമ്പിപ്പോയിട്ടുണ്ടാകും. ഒരു സാധനം, ഒരു കാര്യം മാത്രം ഒഴികെ. അതിന് അജ്ബു الذنب എന്നാണ് പറയുക. ആ ഒരു കാര്യം അത് മാത്രമാണ് അവശേഷിക്കുക. അഥവാ വാരിയെല്ലിന്റെ അറ്റത്തുള്ള ഒരു ചെറിയൊരു സാധനം, അതിൽ നിന്നാണ് വീണ്ടും ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും അള്ളാഹുവിനുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മൾ ഒരുപാട് കാലം ജീവിച്ചു. പിന്നീട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ റബ്ബിന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഒരു പ്രയാസവും ഒരു തടസ്സവും ഇല്ല തന്നെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടും. അതാണ് അർദുൽ മഹ്ശർ. എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിലേക്ക്, അള്ളാഹുവിന്റെ അരികിലേക്ക്, അർദുൽ മഹ്ശറിലേക്ക് ഓടിച്ചെല്ലും എന്നാണ്. അള്ളാഹു പറഞ്ഞു, വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദൻ. അവരെ നാം ഒരുമിച്ച് കൂട്ടും, ഒരാളെ പോലും നാം ഒഴിവാക്കുകയില്ല. എല്ലാവരും, മനുഷ്യരും ജിന്നുകളും അതുപോലെ തന്നെ മൃഗങ്ങളും ജന്തുക്കളും പാറ്റകളും പറവകളും പ്രാണികളും എല്ലാറ്റിനെയും അള്ളാഹു അർദുൽ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമെന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. ആദ്യം നാം എങ്ങനെയാണോ അവരെ സൃഷ്ടിച്ചത് അതുപോലെ വീണ്ടും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മരിച്ച് അതുപോലെ അങ്ങനെ അവസാനിക്കുന്നില്ല, മറിച്ച് മരണാനന്തരം ബർസഖി ജീവിതം കഴിഞ്ഞാൽ, ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിലേക്ക് നാം ഉയർത്തെഴുന്നേൽപ്പിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, യുഹ്ശറു الناس يوم القيامة حفاة عراة غرلا. ജനങ്ങൾ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാതൻ ഉറാതൻ ഗുർലൻ, നഗ്നപാതകരായിരിക്കും, ചെരുപ്പ് ധരിക്കാത്തവരായിരിക്കും. അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവരായിരിക്കും, നഗ്നരായിരിക്കും. അതുപോലെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിരിക്കും. വേറെ ചില റിവായത്തിൽ ബുഹ്മൻ, കൈകളിൽ ഒന്നുമില്ലാത്തവരായിട്ട് എന്നും നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചുപോയി, നബിയെ, വസ്ത്രമൊന്നുമില്ലാതെ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് കൂടുമ്പോൾ എങ്ങനെയാണത് സാധിക്കുക? പരസ്പരം അവർ കാണുകയില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നതിനൊന്നും സാധിക്കാത്ത രൂപത്തിൽ അവിടെ
ഭയാനകമായ അവസ്ഥയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും ഇവിടെ സമയമുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർദുൽ മഹ്ശറിന്റെ ഭയാനകത അറിയിച്ചു കൊടുക്കുകയാണ്. അവിടെ സഹോദരങ്ങളെ, ചില ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. വനഹ്ശുറുഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടും. അലാ വുജൂഹിഹിം, എങ്ങനെയാണ് അവർ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരിക? മുഖം കുത്തിയവരായി കൊണ്ടായിരിക്കും. മാത്രമല്ല ഉമ്മിയൻ വബുക്മൻ വസുമ്മ, കണ്ണ് കാണാത്ത, സംസാരിക്കാൻ സാധിക്കാത്ത, കാത് കേൾക്കാത്തവരായിരിക്കും. അന്ധനും ബധിരനും മൂകരുമായിട്ട് അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ മുഖം കുത്തി നടന്നു വരുന്ന ഒരവസ്ഥയിലായിരിക്കും എന്ന് നമുക്ക് കാണാം. സ്വഹാബത്ത് ചിലർ ചോദിച്ചു പോയി, അള്ളാഹുവിന്റെ റസൂലെ, മുഖം കുത്തിയിട്ട് എങ്ങനെയാണ് നടന്നു വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ദുനിയാവിൽ 2 കാലുകൾക്ക് മുകളിൽ അങ്ങനെ ആ കാലുകൊണ്ട് നടക്കാൻ അവനെ അള്ളാഹു അങ്ങനെ അവന് കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് മഹ്ശറിൽ മുഖം കുത്തിയവനായി കൊണ്ട് നടന്നു വരാനും സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ചില ആളുകൾ മുഖം കുത്തിയിട്ടായിരിക്കും വരിക. ഭയാനകമായ ഒരു അവസ്ഥയാണ് അർദുൽ മഹ്ശർ എന്ന് സഹോദരങ്ങളെ ഖുർആനും സുന്നത്തും വായിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. എങ്ങനെയാണ് അർദുൽ മഹ്ശറിൽ നമ്മൾ ഉണ്ടാവുക? ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിലായിരിക്കും. ചില ആളുകളുടെ നെരിയാണി വരെയായിരിക്കും വിയർപ്പുണ്ടാവുക. ചില ആളുകളുടെ മുട്ടുവരെയായിരിക്കും, ചില ആളുകളുടെ അരക്കെട്ട് വരെയായിരിക്കും, ചില ആളുകളുടെ നെഞ്ചു വരെയായിരിക്കും, ചില ആളുകൾ മൂക്ക് മുട്ടുന്ന രൂപത്തിൽ അങ്ങനെ വിയർപ്പിൽ മുങ്ങിയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച്, തിന്മകൾക്കനുസരിച്ച് അവർ അർദുൽ മഹ്ശറിൽ വന്നു നിൽക്കുമെന്നാണ്. അവിടെ വന്നു നിൽക്കുമ്പോൾ സൂര്യൻ 1 മൈൽ അടുത്തായിരിക്കും. 1 മൈൽ എന്നാൽ ആ ഹദീസ് റിവായത്ത് ചെയ്ത റാവി പറഞ്ഞതായി കാണാം, മൈൽ എന്നാൽ സുറുമക്കോലിന് മൈൽ എന്ന് പറയാറുണ്ട്. അതാണോ അതല്ല, ദുനിയാവിൽ നമ്മൾ അളക്കുമ്പോൾ ഏതാണ്ട് 1 കിലോമീറ്ററും 600 മീറ്ററും, അതാണ് 1 മൈൽ. അത്രയും അരികിലാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതായി കാണാം. എന്ന് പറഞ്ഞാൽ ഇന്ന് എത്രയോ അകലെ നമ്മൾ കാണുമ്പോൾ അത് തന്നെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് സൂര്യനെ നമുക്ക് നോക്കാൻ വരെ സാധിക്കാത്ത ആ സൂര്യൻ വളരെ അടുത്തേക്ക് വരുമെന്നാണ്. അതാണ് അർദുൽ മഹ്ശർ. അന്ന് സഹോദരങ്ങളെ എല്ലാവരും ബേജാറിലായിരിക്കും. അള്ളാഹു അടുത്ത ഈ നൃത്തത്തിന് ശേഷമുള്ള അടുത്ത പ്രക്രിയയിലേക്ക്, അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതിനുവേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കും. ആര് ചോദിക്കും, ആര് പറയും? അള്ളാഹുവിന്റെ നബിമാരുടെ അടുക്കലേക്ക് ജനങ്ങൾ ചെല്ലും. അള്ളാഹുവിനോടൊന്ന് ശുപാർശ പറയാൻ പറയും, ഒന്ന് വിചാരണക്കെടുക്കാൻ പറയും, ഈ നൃത്തം ഒന്ന് അവസാനിപ്പിച്ചു നൽകാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അതിന്റെ ആൾ. അവിടുന്ന് അത് ഏറ്റെടുക്കുകയും അവിടുന്ന് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയും ചെയ്യും എന്ന് നമുക്ക് ഹദീസിൽ കാണാം. അങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹു വരും, അള്ളാഹുവിന്റെ മലക്കുകൾ വരും. എന്നിട്ട് അതാ അന്ന് നരകം അവിടെ അർദുൽ മഹ്ശറിൽ കൊണ്ടുവരപ്പെടും എന്നും ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം. ഇതാണ് ഒന്നാമത്തെ കാര്യം, ഉയർത്തെഴുന്നേൽപ്പും അർദുൽ മഹ്ശറും. അതിനുശേഷം രണ്ടാമത്തെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, പരലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് സഹോദരങ്ങളെ, അൽ ഈമാനു ബിൽ ഹിസാബി വൽ ജസാ. വിചാരണയും കണക്കുനോട്ടവും ഉണ്ടാവും, പ്രതിഫലം നൽകലും ഉണ്ടാവും. വിചാരണ ചെയ്യപ്പെടും. എന്താണോ നമ്മൾ ചെയ്തത് ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും. ഒന്നല്ലെങ്കിൽ നന്മ, അതല്ലെങ്കിൽ തിന്മ. നന്മകൾക്ക് അല്ലാഹു നന്മകൾ ഏറ്റവും നല്ലത് പ്രതിഫലമായി നൽകും. ഒരു നന്മക്ക് അല്ലാഹു 10 പ്രതിഫലം നൽകും. തിന്മക്ക് അല്ലാഹു നരകമാണ് പ്രതിഫലമായി നൽകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ നമ്മുടെ കൈകളിലേക്ക് തരും. അത് വായിക്കാൻ പറയും. ഇഖ്റ കിതാബക്, ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ നിന്റെ കിതാബ് നീ വായിക്കൂ എന്ന് പറയും. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്റെ കാര്യത്തിൽ നിന്നെ വിചാരണ ചെയ്യാൻ ഇന്ന് നീ തന്നെ മതിയായതാണ് എന്നും പറയപ്പെടും. ഓരോരുത്തരുടെയും കയ്യിൽ
അവനവന്റെ ഏട് നൽകും. ചില ആളുകളുടെ വലത് കൈയിലാണ് നൽകുക, ചില ആളുകളുടെ ഇടത് കൈയിൽ അതല്ലെങ്കിൽ പിൻഭാഗത്തു കൂടി നൽകും എന്ന് ഖുർആനിൽ കാണാം. വലത് കൈയിൽ നൽകപ്പെടുന്ന ആളുകൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. പിൻഭാഗത്തു കൂടി എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, ഇങ്ങനെ തിരിഞ്ഞു നിട്ട് വാങ്ങലല്ല. പിന്നെയോ കുറ്റവാളികളെ നിയമപാലകർ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൈ ഇങ്ങനെ പിന്നിൽ കെട്ടിയിട്ട് കൊണ്ടുപോകും, അതുപോലെ ആയിരിക്കും എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ നിന്ദിച്ചുകൊണ്ടാണ് അവരുടെ കിതാബുകൾ അവർക്ക് നൽകുക. അത് കിട്ടുമ്പോൾ തന്നെ അവരാകെ വെപ്രാളത്തിലും പ്രയാസത്തിലുമായിരിക്കും. അവർ അട്ടഹസിക്കും നമ്മുടെ നാശമേ എന്ന് പറഞ്ഞിട്ട്. അന്ന് സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഖബറിൽ സന്തോഷം കിട്ടിയ ആളുകൾക്ക് അവിടെയും അള്ളാഹു എളുപ്പം നൽകും. ലഘുവായ വിചാരണ നൽകിക്കൊണ്ട് അള്ളാഹു അവരെ സഹായിക്കും. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ നിഷേധികളായ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ന് ഏറ്റവും കഠിനമായ പ്രയാസമുള്ള ദിവസമായിരിക്കും. ഓരോന്നും ചിക്കിച്ചികഞ്ഞ് അള്ളാഹു വിചാരണ ചെയ്യും, അതിന് അവരെ ശിക്ഷിക്കുകയും ചെയ്യും എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അമലുകൾ അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഹിസാബിന്റെ വിചാരണയുടെ സമയത്ത് നമ്മുടെ അമലുകളാണ് നമുക്ക് സഹായകമായി തീരുക. ഒരു ഉറുമ്പിന്റെ കാലടിയോളം നന്മ ആര് ചെയ്തോ അതവൻ കാണും. അതേപോലെ തന്നെയാണ് ഒരു ഉറുമ്പിന്റെ കാലടിയോളം വരുന്ന തിന്മയാണ് ചെയ്തത് എങ്കിൽ അതും അവൻ കാണും. നന്മയായാലും തിന്മയായാലും അവിടെ വെച്ച് അള്ളാഹു വിചാരണ ചെയ്യും എന്ന ബോധ്യവും സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത് പറയുമ്പോൾ സാന്ദർഭികമായി എന്നോടെന്നതുപോലെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ ഒക്കെ അള്ളാഹു വിചാരണ ചെയ്യും. നന്മയാണെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷിക്കാം, അതല്ല എങ്കിൽ ഈ സമയത്ത് പ്രയാസപ്പെടും. അതുപോലെ അവിടെ മീസാന് വരും, അമലുകൾ തൂക്കി നോക്കും, നന്മകളും തിന്മകളും ഓരോ തട്ടിലായി വെക്കപ്പെടും. എന്നിട്ട് ഏതിനാണ് ഭാരം തൂങ്ങുന്നത് എന്ന് നോക്കും. മീസാൻ ഉണ്ടാകും, 2 തട്ടുകളുള്ള തുലാസ് അവിടെ കൊണ്ടുവരപ്പെടും. അത് നീതിയുടെ തുലാസാണ്. ഒരാളോടും അനീതി കാണിക്കാത്ത രൂപത്തിലാണ് അള്ളാഹു അമലുകൾ തൂക്കി നോക്കുക. അമൽ ചെയ്ത ആളുകളെയും തൂക്കി നോക്കുമെന്നാണ്. ഒരുപാട് ശരീരം വണ്ണമുള്ള വലിപ്പമുള്ള ഒരാളായിട്ട് കാര്യമില്ല, അമല് തൂങ്ങിയില്ല എങ്കിൽ അവന് കൊതുകിന്റെ ചിറകിന്റെ തൂക്കം പോലും ഉണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ മെലിഞ്ഞുണങ്ങിയ ഒരാളാണെങ്കിലും അമലുകൾ ഭാരം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വലിയ മുതൽക്കൂട്ടാണത് എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാം. ആ സമയത്ത് അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഹൗദ് അത് കാണപ്പെടുക. ആ ഹൗദിന്റെ അരികിലേക്ക് എല്ലാവരും ചെല്ലും അതിൽ നിന്ന് നുകരാൻ. അതിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. നല്ല തണുപ്പുള്ള വെളുവെളുത്ത പാലിനേക്കാൾ വെണ്മയാർന്ന തേനിനേക്കാൾ മധുരമുള്ള നക്ഷത്രങ്ങളെക്കാൾ പാനപാത്രങ്ങളുള്ള ഹൗദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. ആ ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിക്കുക ഇസ്ലാമിലും സുന്നത്തിലുമായി ജീവിച്ച ആളുകൾക്ക് മാത്രമാണ്. മുസ്ലിമായിരിക്കണം, തൗഹീദുള്ള ആളുകളായിരിക്കണം, അതുപോലെ തന്നെ സുന്നത്ത് അഹ്ലു സുന്ന വൽ ജമാഅത്തിൽ ഉൾപ്പെട്ട ആളുകളായിരിക്കണം. അവർക്ക് മാത്രമേ അവിടെ വെച്ച് അതിൽ നിന്ന് കുടിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആളുകൾക്ക് അതിൽ നിന്ന് കുടിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണാം. അതുപോലെ സഹോദരങ്ങളെ, അതിനുശേഷമാണ് സിറാത്ത് എന്ന പാലം അത് വരിക. സിറാത്ത് എന്ന പാലം അതിലൂടെ മുറിച്ചു കടന്നിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. സിറാത്ത് എന്ന പാലം അത് നരകത്തിന് കുറുകയായിട്ടാണ് നാട്ടപ്പെടുക. ആ സിറാത്ത് എന്ന പാലത്തിന്റെ വിശേഷണം ഹദീസുകളിൽ നമുക്ക് കാണാം. അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും തലമുടിയേക്കാൾ നേർത്തതും വഴുവഴുപ്പുള്ളതും ഇരുട്ട് നിറഞ്ഞതുമായിരിക്കും എന്ന് നമുക്ക് കാണാം. അതിലൂടെ സഞ്ചരിച്ച് കടന്നുപോയിട്ടാണ് ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുക. അതിന്റെ ഇരുവശങ്ങളിൽ മുള്ളുകളുള്ള കൊളുത്തുകളുള്ള പിടിച്ചു വലിക്കുന്ന
കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിലൂടെ കടന്നു പോകുന്ന ആളുകളെ അത് പിടിച്ചു വലിക്കും. അതിലൂടെ കടന്നു പോകുന്നവർ വ്യത്യസ്ത പദവികളിലായിരിക്കും. മിന്നൽ വേഗത്തിൽ പോകുന്നവരുണ്ട്, കാറ്റിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, ഓടി പോകുന്ന ആ രൂപത്തിൽ പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, ഇഴഞ്ഞു പോകുന്നവരുണ്ട്. ഇതിലെല്ലാം ഏറ്റവും വേഗത കുറയുന്ന ആളുകൾക്കാണ് ഈ ഇരുവശത്തുള്ള കൊളുത്തുകളുടെ പ്രഹരമേറ്റ് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുക. 3 രൂപത്തിലുള്ള ആളുകളാണ് ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ സുരക്ഷിതരായി അപ്പുറത്തേക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും, അതല്ലെങ്കിൽ ഇതിന്റെ പ്രഹരമേറ്റ് ശരീരത്തിൽ നിന്ന് മാംസം നഷ്ടപ്പെട്ട് ആ രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ അമലുകളുടെ കുറവുകൾ കൊണ്ടാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്നത് ഈ പറഞ്ഞ കൊളുത്തുകൾ അവരെ വലിച്ച് അതിന്റെ താഴെയുള്ള നരകത്തിലേക്ക് വലിച്ചിടും എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ, ദുനിയാവിലെ സിറാത്ത് അതിൽ എത്ര കണ്ട് നമ്മൾ വേഗത്തിൽ സഞ്ചരിക്കുന്നുവോ അത്രയും വേഗത്തിലാണ് അവിടെയുള്ള ആ സിറാത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവിന്റെ ദീനായ സിറാത്തുൽ മുസ്തഖീം, അതിൽ നമ്മുടെ എത്ര വേഗത നമ്മൾ കാണിച്ചോ അത്രയും വേഗത അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് നബിമാർ, അങ്ങനെയുള്ള ആളുകൾ അവർ കാറ്റിന്റെ മിന്നലിന്റെ വേഗതയിൽ കടന്നു പോകുന്നത്. എന്നാൽ അമലുകൾ കുറഞ്ഞ ആളുകൾ അവർക്ക് പതിയെ പതിയെയാണ് സഞ്ചരിക്കാൻ സാധിക്കുക. നരകത്തിൽ പോകേണ്ട മുനാഫിക്കുകളെ പോലെയുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരിക്കലും അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല. അവർ താഴേക്ക് പതിക്കുമെന്നുള്ളതാണ്. അതിലൂടെ കടന്നു പോവുക മുസ്ലിമീങ്ങളും മുനാഫിക്കുകളും മുഅ്മിനീങ്ങളും മുനാഫിക്കുകളും മാത്രമാണ്. കാഫിറുകൾ നേരത്തെ അവരെയും അവർ ആരാധിച്ചതിനെയും അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് നമുക്ക് കാണാം. ദുനിയാവിൽ നിഫാഖിന്റെ ആളുകൾ മുഅ്മിനീങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരെ കൂടെ തന്നെ നടന്നിട്ടുണ്ടാവും. അതുപോലെ അള്ളാഹു മുനാഫിക്കുകളെ പരലോകത്ത് സിറാത്ത് വരെ കൊണ്ടുപോകും. അവിടെ വെച്ച് അവസാനം അവർ നരകത്തിലേക്ക് പതിക്കും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ സഹോദരങ്ങളെ എല്ലാവരും ആ സിറാത്തിന്റെ നരകത്തിന്റെ വക്കിൽ വരാതെ പോവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് സഹോദരങ്ങളെ ഒന്നല്ലെങ്കിൽ നരകം, അതല്ലെങ്കിൽ സ്വർഗം. ഇതാണ് നമ്മൾ ജനിച്ചത് മുതൽ, നമ്മൾ ഈ പ്രവർത്തിച്ചത് മുതൽ അങ്ങനെ മരിച്ചു ഖബർ മഹ്ശർ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അള്ളാഹു പറഞ്ഞതുപോലെ ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ, ഒന്നല്ലെങ്കിൽ സ്വർഗം, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, അതല്ലെങ്കിൽ നരകത്തിലേക്ക്. ഇതാണ് അവസാനം, അന്ത്യം ഇതാണ്. നമ്മുടെ ഈ ജീവിതത്തിന്റെ റിസൾട്ടാണത്. ഒന്നല്ലെങ്കിൽ സ്വർഗം, അതല്ലെങ്കിൽ നരകം. സ്വർഗ നരകങ്ങൾ എന്നത് അള്ളാഹു നേരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മുത്തഖീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചത്. നിഷേധികൾക്ക്, അള്ളാഹുവിനെ അനുസരിക്കാത്ത ആളുകൾക്ക്, കാഫിറുകൾക്ക്, മുനാഫിക്കുകൾക്ക്, മുശ്രിക്കുകൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു നരകം ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്വർഗവും നരകവും അതിവിശാലമാണ് സഹോദരങ്ങളെ എന്ന് നമുക്ക് കാണാം. അതിനെക്കുറിച്ച് മാത്രം ധാരാളം പറയാൻ മാത്രം വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും കാണാം. സ്വർഗമെന്നത് അതീവ സുന്ദരമാണ്. ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുണ്ട് സ്വർഗത്തിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സുഖങ്ങളും അവിടെ ഒരുക്കി വെച്ചിരിക്കും. എല്ലാ സുഖങ്ങളും, മനസ്സാഗ്രഹിക്കുന്നത്, മനസ്സ് മോഹിക്കുന്നത് എല്ലാം അവിടെ ഉണ്ടാകും. ഏറ്റവും വലിയ സുഖം, ഏറ്റവും വലിയ സുഖാനുഭൂതി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ്. ഏതൊരു റബ്ബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്തത്, ഏതൊരു റബ്ബിനെയാണോ കാണാതെ നമ്മൾ ആരാധിച്ചത്, ഭയപ്പെട്ടത്, ഏതൊരു റബ്ബിനെയാണോ ദിക്ർ ചെയ്തത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മരിക്കുന്നത് വരെ നമ്മൾ ഒരിക്കൽ പോലും കാണുകയില്ല. എന്നാൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, ഒരു തടസ്സവുമില്ലാതെ ഈ 2 കണ്ണുകൾ കൊണ്ട് കാണും എന്നാണ് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. അത് കാണലോടുകൂടി സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളെല്ലാം സ്വർഗത്തിലെ മറ്റ് സുഖങ്ങളെല്ലാം മറന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മറ്റുള്ള നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പരീക്ഷണങ്ങൾക്ക് ഇടയിലും ഒരു സത്യവിശ്വാസിയെ അള്ളാഹുവിനെ സൂക്ഷിച്ചനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണ് അതിന്റെ കാര്യം. മരിക്കുന്നത് മുതൽ ഈ സ്വർഗത്തിൽ കാലെടുത്ത് വെക്കുന്നത് വരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, അവിടെ വരെയുള്ളൂ. അതാണ് നമ്മുടെ
ലക്ഷ്യം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതാണ് നമ്മെ ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം. വേറൊന്നുമല്ല. മുഅ്മിനീങ്ങൾക്കാണ് ഈ പ്രതീക്ഷയുള്ളത്. കാഫിറുകൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. അവർക്ക് തങ്ങളുടെ സൃഷ്ടാവിനെ കാണാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ സംസാരം കേൾക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹു അവന്റെ കോപം, അവന്റെ ശിക്ഷ ഒരുക്കി വെച്ച നരകത്തിലെ അട്ടഹാസങ്ങളും തേങ്ങലുകളും കരച്ചിലുകളും മാത്രമാണ് അവരെ കാത്തു നിൽക്കുന്നത്. ദുനിയാവിൽ എങ്ങനെയാണോ നിരാശയോടുകൂടി അവർ ജീവിച്ചത്, നിഷേധത്തോടുകൂടി ജീവിച്ചത്, അതേപോലെയാണ് അവർ പരലോകത്തും നിരാശരായി തന്നെ കഴിഞ്ഞുകൂടും. എന്നാൽ മുഅ്മിൻ എപ്പോഴും പ്രതീക്ഷയിലാണ് എന്നതുപോലെ തന്നെയാണ് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലും പിന്നീടും സുഖങ്ങൾക്ക് മേൽ സുഖങ്ങൾ, പ്രതീക്ഷകൾക്ക് മേൽ പ്രതീക്ഷകൾ മാത്രമാണ്. കാരണം അവസാനം റബ്ബിന്റെ അരികിലെത്തി, അള്ളാഹുവിന്റെ അരികിലെത്തി. ഇനി ഒരാളും പുറത്താക്കുകയില്ല, ഇനി ഒരു ശിക്ഷയില്ല, ഇനി ഒരു സങ്കടമില്ല, ഇനി ഒരു ദുഃഖമില്ല, ഒരു പ്രയാസവും ഇനിയില്ല. അവസാനം സ്വർഗം എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നേരെ തിരിച്ച് നരകം അതീവ ഗൗരവമാണ്. മുകളിലും താഴെയും തീ മാത്രമായിരിക്കും. ചൂടും സഹിക്കാൻ പറ്റാത്ത വേദനകളും പ്രയാസങ്ങളും മാത്രമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ വെച്ച് അവസാനം എല്ലാവരും സ്വർഗത്തിലായി കഴിഞ്ഞാൽ, എല്ലാവരും നരകത്തിലായി കഴിഞ്ഞാൽ ഒരു ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരികയും അതിനെ അറുക്കുകയും ചെയ്യും. പിന്നീട് ഒരാളും മരിക്കുകയില്ല. നരകക്കാരോട് നിങ്ങൾ ഇനി ഖുലൂദ്, നരകത്തിൽ നിത്യവാസികളാണ് എന്ന് പറയപ്പെടും. സ്വർഗക്കാരോട് നിങ്ങൾ ഇവിടെ നിത്യവാസികളാണ് എന്ന് പറയപ്പെടും. അത് കേൾക്കലോടുകൂടി നരകക്കാർക്ക് അതുവരെയുള്ള സങ്കടത്തിന് മേൽ സങ്കടം, സ്വർഗക്കാർക്ക് അത് കേൾക്കലോടുകൂടി സന്തോഷത്തിന് മേൽ സന്തോഷം. ഇതാണ് സഹോദരങ്ങളെ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. മരണവും മരണാനന്തരം വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ചുമാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചിന്തിച്ച് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു വിശ്വാസം സഹോദരങ്ങളെ നമുക്ക് നൽകുന്ന ചില അനന്തര ഫലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും പരലോകം പ്രതീക്ഷിക്കാനും ഒക്കെ ഈ ഒരു വിശ്വാസം നമ്മെ സഹായിക്കും. മരിക്കും എന്ന ചിന്ത, പരലോകം എന്ന ചിന്ത നമ്മെ നന്നാക്കും, നന്നാവാൻ അത് പ്രേരിപ്പിക്കും. ഇങ്ങനെ ഒന്നും ജീവിച്ചാൽ പോരാ, നന്നാവണം എന്ന പ്രേരണ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യം. അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ആരൊക്കെ ഉപദേശിച്ചിട്ട് നമ്മൾ നന്നായിട്ടില്ലെങ്കിലും മരിക്കും. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ ഉപദേശിക്കാൻ വേണ്ടി ഖബറിന്റെ മഖബറയിൽ കൊണ്ടുപോയിട്ടാണ് കാണിച്ചു കൊടുക്കുക. ഈ കിടക്കുന്ന ആളുകൾ അതിലൊരാളാണ് നീയെങ്കിൽ നീ എന്താണ് ഇപ്പോൾ വിചാരിക്കുക എന്ന് ചോദിക്കും. തിരിച്ചു മടങ്ങി നന്നാവാനാണ് ഞാൻ ആഗ്രഹിക്കുക എന്ന് ഇയാൾ തിരിച്ചു പറയുമ്പോൾ അവർ പറയും, എന്നാൽ ഇപ്പോൾ നീ ആ അവസ്ഥയിലാണ്, വേഗം പ്രവർത്തിച്ചോളൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഖബർ സിയാറത്ത് ചെയ്യാൻ, ദർഗകളല്ല, സാധാരണ ഖബർ, നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകളുടെ ഖബർ ഇടയ്ക്ക് സന്ദർശിക്കാൻ പുരുഷന്മാരോട് കൽപ്പിച്ചു. അത് കാണുമ്പോഴാണ് നമുക്ക് പരലോകം ഓർമ്മ വരിക, അത് കാണുമ്പോഴാണ് മരണം ഓർമ്മ വരിക. അപ്പോഴാണ് നമുക്ക് കുറച്ചു മാത്രം ചിരിക്കാനും കൂടുതൽ കരയാനൊക്കെ തോന്നുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായിക്കും. മരിച്ചു പോകേണ്ടതാണ്, പരലോകത്ത് വന്ന് നിൽക്കേണ്ടതാണ് എന്ന ചിന്ത തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ ദുനിയാവിൽ വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ പരലോകത്ത് അല്ലാഹു എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന സമാധാനം അത് കിട്ടുക ഈ വിശ്വാസത്തിലൂടെ. നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിനിന് പ്രതീക്ഷയുണ്ട്. ദുനിയാവിൽ എന്തൊക്കെ കിട്ടിയാലും ശരി, കിട്ടിയിട്ടില്ലെങ്കിലും ശരി, വരാനിരിക്കുന്ന പരലോകത്തെ എല്ലാം കിട്ടും. അവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ഇവിടെ എന്ത് നഷ്ടപ്പെട്ടു പോയാലും, എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏത് പരീക്ഷണങ്ങൾ ബാധിച്ചാലും ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്, അവസാനമുണ്ട്. വരാനിരിക്കുന്ന പരലോകമാണ് അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തത്. മരിക്കുമ്പോൾ കേൾക്കുന്ന ആ അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അതാണ് സഹോദരങ്ങളെ നമുക്ക് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന സമാധാനം. സമാധാനം കിട്ടും, ഒരുപാട് ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. അതിനേക്കാൾ വലിയൊരു ആശ്വാസവും സമാധാനവും
മറ്റൊന്നുകൊണ്ടും നമുക്ക് നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അല്ലാഹുവിന്റെ ദീനിലായി ജീവിക്കാനും അതിലായി അല്ലാഹുവിനെ കണ്ടുമുട്ടാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. വാടാനപ്പള്ളി സ്ഥിതി ചെയ്യുന്ന അൽ മർക്കസുൽ അസരി സംഘടിപ്പിക്കുന്ന 3ാമത് തഫ്സീർ മുയസ്സർ ഖുർആൻ വിജ്ഞാന പരീക്ഷ 2 കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തേതാണ്. ഇൻഷാ അല്ലാഹ് 2026 നവംബർ 8 ഞായറാഴ്ചയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ മുഹ്സിൻ ഐദീദ് വഫഖഹുല്ലാ അദ്ദേഹം എഴുതിയ തഫ്സീർ മുയസ്സർ സൂറത്തുൽ ഫാത്തിഹ, അതിന് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇതിനോടകം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് 2026 ഡിസംബർ 20 ഞായറാഴ്ച അൽ അസരി വൈജ്ഞാനിക സമ്മേളനം എന്ന പേരിൽ വാടാനപ്പള്ളി പറഞ്ഞ മർക്കസ് അൽഹംദുലില്ലാഹ് 10 വർഷങ്ങളായി അവിടെ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കുള്ള സനദ് ദാനവും അതുപോലെ ഇങ്ങനെയുള്ള ദൗറ ക്ലാസുകൾ തുടങ്ങിയുള്ള നമ്മുടെ കേരളത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങനെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇൻഷാ അല്ലാഹ് ഡിസംബർ 20 ഞായറാഴ്ച. എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബസമേതം തന്നെ പങ്കെടുക്കുക. നമ്മുടെ കൂട്ടുകാരെയും അതുപോലുള്ള കുടുംബക്കാരൊക്കെ വിളിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്യണം. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.